നമ്മൾ നീതിയുടെ കാര്യം ഇന്നലെ പറഞ്ഞു. നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാൻ. ഇപ്പം നമുക്ക് എല്ലാവർക്കും ഒരു നീതിക്ക് വേണ്ടി വിശപ്പുണ്ട്. ഇപ്പം വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വണ്ടി ഫ്രണ്ടിൽ നിന്ന് മാറാതെ നമുക്ക് സൈഡ് അതായിരുന്നു നമുക്ക് ദേഷ്യം വരും. കാരണം അതും നീതിക്ക് വേണ്ടിയാണെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. എനിക്ക് കിട്ടാൻ യോഗ്യതയുള്ളത് കിട്ടിയില്ല എന്ന് പറയുന്ന പരാതിയാണ് ഈ നീതിയുടെ പോരാട്ടം എന്ന് പല ആൾക്കാരും ചിന്തിക്കുന്നത്. പക്ഷെ അതൊക്കെ മനുഷ്യനീതിയാണ്. ദൈവത്തിൻ്റെ നീതിക്ക് വേണ്ടിയുള്ള ദാഹം എന്ന് പറയുന്നത് അത് ആത്മാവിന് മാത്രം തരാൻ പറ്റുന്നൊരു കാര്യമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ അത് ക്രിസ്തു തന്നെയാണ്, ക്രിസ്തുവിന് വേണ്ടിയുള്ള ദാഹമാണ്. ഹീ ഈസ് മൈ റൈച്ചസ്നെസ് എന്നുള്ളത് വേദപുസ്തകത്തിൻ്റെ ഒരു വെളിപ്പാട്. അപ്പോൾ ആ ഒരു വെളിപ്പാടിൻ്റെ തലത്തിലേക്ക്, പരിജ്ഞാനത്തിൻ്റെ തലത്തിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് ആത്മാവ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് നമ്മൾ ആത്മീകമായി വളരേണ്ടത് ആവശ്യമാണ്. എബ്രായ ലേഖനത്തിൽ പറയുന്നത് 5:11 പറയുന്നത്, പ്രായം നോക്കിയാൽ ഇപ്പോൾ നിങ്ങൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടവരാണ് എങ്കിലും നിങ്ങൾക്കും ആദ്യ പാഠങ്ങളെ, അതായത് വേദപുസ്തകത്തിലെ ആദ്യ പാഠങ്ങളെ വീണ്ടും വീണ്ടും പഠിപ്പിച്ചു തരേണ്ടവരായി ഇരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ കാരണം നിങ്ങൾക്കിത് ഗ്രഹിക്കാൻ കഴിവില്ല എന്ന് എബ്രായ ലേഖനത്തിൽ, കൊരിന്ത് ലേഖനം നമുക്ക് മനസ്സിലാക്കാം, പക്ഷേ എബ്രായ ലേഖനം ആകുമ്പോൾ പോലും ഈ ആത്മാവിൽ എന്താണ് എന്നുള്ളത് വിവേചിക്കുവാൻ പറ്റാത്തൊരു സ്റ്റേജ് അത് അപ്പോഴും വിശ്വാസികൾക്കുണ്ട്. അപ്പോൾ നമുക്ക് 2 ടീച്ചേഴ്സിനെയാണ് ബൈബിളിൽ വെച്ചിരിക്കുന്നത്. ഒന്ന് അപ്പോസ്തലന്മാരാണ്. അതാണ് ഈ പുസ്തകം അപ്പോസ്തലന്മാരുടെ എഴുത്തുകൾ ഉള്ള പുസ്തകം. അതിനകത്ത് നമുക്ക് അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഈ അടിസ്ഥാനം വീണ ശേഷം എബ്രായർ 6:1 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നത്, ഈ അടിസ്ഥാനങ്ങളിൽ തന്നെ ഇരിക്കാതെ നിങ്ങൾ പരിജ്ഞാനപൂർത്തി പ്രാപിക്കുവാൻ വേണ്ടി ഉത്സാഹിക്കുക. അപ്പോൾ പരിജ്ഞാനപൂർത്തി എന്ന് പറയുന്നത് എന്താണ്? ഈ അടിസ്ഥാനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. അത് പൗലോസ് 1 കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഞാൻ ജ്ഞാനമുള്ളൊരു പ്രധാന ശില്പിയായി അടിസ്ഥാനം ഇട്ടിരിക്കുന്നു, ക്രിസ്തു എന്ന ആ അടിസ്ഥാനത്തിന് മുകളിൽ വേറൊരു അടിസ്ഥാനം ഇടാൻ ആരെക്കൊണ്ടും സാധിക്കില്ല. അപ്പോൾ നമുക്ക് ഫൗണ്ടേഷൻസിൽ ഒത്തിരി കാര്യങ്ങൾ അറിയാനുണ്ട്. എന്താണ് ഫെയ്ത്ത്, എന്താണ് ഹോപ്പ്, എന്താണ് നീതി, എങ്ങനെയാണ് ദൈവം നമ്മളെ നീതീകരിക്കുന്നത്, ഇപ്പോൾ ഇവിടെ സമാധാനം ഉണ്ടാക്കുന്ന പറഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് ദൈവവുമായിട്ട് സമാധാനം ലഭിച്ചത്, അത് ഇതിനകത്തെല്ലാം ബാക്ക്ഗ്രൗണ്ടിൽ ഒത്തിരി ഫണ്ടമെൻ്റലായിട്ട് നമ്മൾ അറിയേണ്ട കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഈ മത്തായി, മർക്കോസ്, ലൂക്കോസ് ഈ 3 സുവിശേഷങ്ങളിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ദുർഗ്രഹമായും ബുദ്ധിമുട്ടായിട്ടും തോന്നാനുള്ള കാരണം ഇതെങ്ങനെയാണ് ദൈവം നടപ്പാക്കുന്നത് എന്നുള്ള ആ ടെക്നോളജി നമുക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ്. അത് അപ്പോസ്തല ലേഖനങ്ങളുടെ മനസ്സിലാക്കിയ ശേഷം ഇത് വായിക്കുമ്പോഴാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ ക്ലാരിറ്റി ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ടൈം എടുക്കുന്നത്. ഈ ടൈം എടുക്കുന്നതിനുള്ള കാരണം ഇതെങ്ങനെയാണ് ഈ നീതി, ദൈവത്തിൻ്റെ നീതി ദൈവം എസ്റ്റാബ്ലിഷ് ചെയ്തതെന്നും ആ നീതിക്ക് വേണ്ടി എങ്ങനെയാണ് ദാഹം ഉണ്ടാക്കുന്നതെന്നും അത് നമുക്ക് മനസ്സിലായെങ്കിൽ മാത്രമേ ഗിരിപ്രഭാഷണം, അതല്ലെങ്കിൽ ഗിരിപ്രഭാഷണം നമുക്കൊരു മോറൽ ടീച്ചിങ് പോലെ ആയിരിക്കും. ഈ മോറൽ ടീച്ചിങ് ആയിട്ട് ഗിരിപ്രഭാഷണം കൊടുക്കുന്നത് ഭയങ്കര അപകടകരമായ ഒരു കാര്യമാണ്. ഇപ്പോൾ പല ആൾക്കാരും പറയാറുണ്ട്, എന്താ നിങ്ങൾ മര്യാദയ്ക്കിരിക്കണം, ശബ്ദം ഉണ്ടാക്കരുത്. ചില പിള്ളേർ ഇങ്ങനെ ഒന്നും മനസ്സിലായില്ലെങ്കിൽ അവരിങ്ങനെ അടങ്ങിയിരുന്നുള്ളൂ, ഒരു അക്ഷരം അവർക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ. കാരണം ഇത് ഒരു മോറൽ കമാൻഡ്മെൻറ്റ് അവരനുസരിക്കുന്നതാണ്. അതേസമയത്ത് ഞാൻ നിങ്ങളോട് മോറൽ കമാൻഡ്മെൻറ്റായിട്ട് നിങ്ങളുടെ സ്വത്തെല്ലാം വിറ്റ് ദരിദ്രർ കൊടുക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? സമ്മതിക്കില്ല. കാരണം ഇത് മോറൽ കമാൻഡ്മെൻറ്റായിട്ട് ചെല്ലുകയില്ല. ആർക്കും അത് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാം. അങ്ങനെ മോറൽ കമാൻഡ്മെൻറ്റായിട്ട് നമ്മളിതിനെ വ്യാഖ്യാനിച്ച് കഴിഞ്ഞാൽ ഒരാൾ പോലും സ്വർഗത്തിൽ കാണത്തില്ല. അപ്പോൾ അതെങ്ങനെയാണ് ദൈവം ഈ അനുസരണം നടപ്പാക്കുന്നതും വിശ്വാസം എങ്ങനെയാണ് നീതിയായി മാറുന്നതെന്നും. ഓക്കെ, ഇനി നമ്മൾ ഈ ഗിരിപ്രഭാഷണം അങ്ങ് മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് പ്രവൃത്തിയാലാണ് നീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പ്രശ്നം? മനുഷ്യൻ്റെ നീതിയിലോട്ട് നമ്മൾ വരും, മീശ പഠിക്കുന്നതിലേക്കും ഇങ്ങനെയുള്ള. അത് വേറെ വഴിയില്ല. ഇതൊന്നും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. ഏത് ചെയ്യാൻ പറ്റില്ല? ദൈവം പറഞ്ഞേക്കുന്ന നീതി നമുക്ക് നിവർത്തിയില്ല. നിങ്ങൾ എവിടെയെങ്കിലും പോകുമ്പം ഒരാൾ നിങ്ങളെ കൊല്ലാൻ ശ്രമിച്ചാൽ നിന്ന് കൊടുത്തിട്ട് അയാളെ സ്നേഹിക്കണം എന്നാണ് പറയുന്നത്. എവിടെ നടക്കാൻ നമ്മൾ ഓടും ജീവനും കൊണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ദൈവത്തിൻ്റെ നീതി നമ്മളെ കൊണ്ട് നടപ്പാക്കാൻ പറ്റാത്തതുകൊണ്ട് ഇസ്രായേൽ മക്കളെ പോലെ മലയാളികളും, എനിക്ക് ഇസ്രായേൽ മക്കളെ മലയാളികളും തമ്മിൽ കണക്ട് ചെയ്യുന്നൊരു ലിങ്ക്, ഇവർക്ക് 2 പേർക്ക് മാത്രം ലോകത്തിൽ അവരുടെ സ്വന്തമായൊരു നീതിയുണ്ട്, ദൈവത്തിൻ്റെതല്ലാത്തൊരു നീതി. അത് വെച്ച് അവർ സ്വയം നീതി, വസ്ത്രധാരണത്തിലായാലും ഇങ്ങനെയുള്ള നീതി, ഇത് നോർത്ത് ഇന്ത്യ എവിടെ ചെന്നാലും ഇല്ല, ലോകത്തിൽ എവിടെ ചെന്നാലും ഇല്ല. പക്ഷേ ഇസ്രായേലിൽ അവർക്ക് അവരുടെ കുറേ മനുഷ്യനിർമ്മിതമായ നിയമങ്ങളുണ്ട്. അതുപോലെ ഈ പെന്തക്കോസ്തുകാർക്കും കേരളത്തിലും പെന്തക്കോസ്തുകാർക്കും ബ്രദറുകാർക്കും എല്ലാം ഈ മലയാളികൾക്കും ഈ മനുഷ്യനിർമ്മിതമായ കുറേ നിയമങ്ങളുണ്ട്. അത് വെച്ച് അവർ നീതിമാന്മാരാവുകയും ബാക്കിയുള്ളവർ വിധിക്കുകയും നരകത്തിലോട്ട് തള്ളുകയും ചെയ്യും. ഇപ്പോൾ ഇവിടെല്ലാം സംഭവിക്കുന്നത് ഈ മോറൽ ടീച്ചിങ്ങിൻ്റെ അതിപ്രസരം കാരണം. അതായത് പല പ്രസംഗങ്ങളും കേൾക്കുമ്പോൾ നിങ്ങൾ വ്യഭിചാരം ചെയ്യരുത്. എൻ്റെ പ്രിയ സഹോദരങ്ങൾ, അതൊക്കെ ഇപ്പം നമ്മളോട് ഇപ്പോഴും പറയേണ്ടി വരുവാണോ? എന്തൊരു ഗതികേടാണ്. മോഷ്ടിക്കരുതെന്നൊരു സഭയിൽ പറയേണ്ടി വരികയാണോ? അങ്ങനെ പറയേണ്ടി വന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഏതായാലും ഇപ്രാവശ്യം ഞാൻ ഹോട്ടലിലാണ് താമസിക്കുന്നത്. പാസ്റ്ററുടെ വീട്ടിലായിരുന്നു താമസിക്കുന്നത് വിചാരിച്ചു. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു, ഇപ്പോഴെല്ലാം ഹോട്ടലിലോട്ട് മാറ്റിയെന്ന് തോന്നുന്നു, ഗസ്റ്റ് പാസ്റ്റേഴ്സിനല്ല.
വീട്ടിൽ വാണ് താമസിക്കുന്നെങ്കിൽ വീട്ടിൽ താമസിക്കുമ്പം അവർ പറയാണ്, നിങ്ങൾ ഇവിടെ വന്ന് താമസിക്കുന്നതും കുഴപ്പമില്ല, ഇവിടെ ഉള്ളൊരു സാധനം മോഷ്ടിച്ചുകൊണ്ട് പോയേക്കരുത് എന്നോട് പറഞ്ഞ് എനിക്ക് സഹിക്കാൻ പറ്റുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പോൾ ഈ മോറൽ ടീച്ചിങ് ഇപ്പോഴും കണ്ടിന്യൂ എന്ന് പറഞ്ഞതിന് അർത്ഥം തന്നെ നമ്മൾ ബാലപാഠത്തിൽ, ഡോക്ട്രിൻസിൻ്റെ ബാലപാഠത്തിൽ പോലും എത്തിയിട്ടില്ല. ഈ മോറൽ ടീച്ചിങ് കൊടുത്തില്ലെങ്കിൽ നമ്മൾ മോഷ്ടിക്കുകയും ചെയ്യും, വ്യഭിചാരം ചെയ്യുകയും ചെയ്യും, കൊലപാതകം വരെ ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുന്ന ആൾക്കാരാണ് ഈ ഫ്രണ്ട് നിൽക്കുന്നതിൽ എൻ്റെ അർത്ഥം. അതുകൊണ്ടല്ലേ പാസ്റ്റർമാർ അലറി വിളിച്ചുകൊണ്ട് മോറൽ ടീച്ചിങ് കൊടുക്കുന്നത്. കാരണം കള്ളം പറയരുത്. ഇപ്പം കള്ളം പറയുന്ന കള്ളന്മാരിലെല്ലാം ഫ്രണ്ടിൽ നമ്മൾ ആ ബാലപാഠമൊക്കെ വിട്ടിട്ട് കള്ളം എന്ന് പറയാൻ പോലും പറ്റാത്ത, അതിനും മുകളിലുള്ള നീതി, യേശുക്രിസ്തു എന്ന നീതിയിലേക്ക് വിശ്വാസത്താൽ പോകേണ്ട ആൾക്കാരാണ്. അപ്പം അങ്ങോട്ട് കിടക്കാതെ നമ്മളിപ്പോഴും ആ ബാലപാഠത്തിൽ കിടക്കുന്നുണ്ട്. ഗിരിപ്രഭാഷണം നമുക്ക് മനസ്സിലാത്തത്. ഇപ്പം ഗിരിപ്രഭാഷണം മനസ്സിലാകണമെങ്കിൽ ദൈവം എങ്ങനെയാണ് ഈ നീതി നമ്മളിൽ നടപ്പാക്കുന്നത്, ഈ ഉന്നതമായ നീതി എന്താണ്, ക്രിസ്തു നമ്മുടെ നീതിയായി വരുന്നത് എങ്ങനെയാണ്, ഇതെല്ലാം മനസ്സിലായില്ലെങ്കിൽ ഇതും വെറും ഒരു മോറൽ ടീച്ചിങ് പോലെ ഇരിക്കും. അതുകൊണ്ടാണ് ഇത്രയും ബുദ്ധിമുട്ടി നമ്മളിവിടെ വളഞ്ഞ് ഇതിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ ബിയാറ്റിറ്റ്യൂഡ്സ് കഴിയുമ്പോഴേക്കും നമുക്ക് ഏതാണ്ട് ക്ലിയർ ആവും ഇതെങ്ങനെയാണ് പരിപാടിയെന്ന്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 2 ദിവസം മതി. പക്ഷേ ഈ ബിയാറ്റിറ്റ്യൂഡ്സ് ഒന്ന് ക്ലിയർ ആയിട്ട് ഇത് എന്താണ്, എങ്ങനെയാണ് നമ്മളിൽ ഇത് അനുസരണമായും വിശുദ്ധിയായും. ഇപ്പം അടുത്ത വാക്യം നമ്മൾ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അടുത്ത് നമ്മൾ കാണാൻ പോവാം. എങ്ങനെയാണ് നമ്മുടെ ഹൃദയം ശുദ്ധമാകുന്നത്? നമ്മുടെ ഹൃദയം ശുദ്ധമാണോ? സ്വർഗം പോലും തൃക്കണ്ണിന് നിർമ്മലമല്ല. സ്വർഗം പോലും തൃക്കണ്ണിന് നിർമ്മലമല്ല. അപ്പോൾ പിന്നെ നമ്മുടെ ഹൃദയത്തിൽ എന്ത് ശുദ്ധി ഉണ്ടെന്ന് ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളുടെ ഹൃദയത്തിലൂടെ പോകുന്ന ചിന്തകളെല്ലാം രാവിലെ തൊട്ട് കുത്തിയിരുന്ന് എഴുതണം. എന്തൊക്കെ ചിന്തകൾ കടന്നുപോയി എന്ന് എഴുതി വെക്കണം. വേറെ ആരും കാണുമെന്ന് പറയുമ്പോൾ നമ്മൾ ഡീസൻ്റ് ആയിരിക്കും. അങ്ങനെ വേറെ ആരും കാണിക്കാൻ വേണ്ടിയല്ല, നമുക്ക് തന്നെ നമ്മൾ എന്തൊക്കെ ചിന്തിക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നിങ്ങളുടെ നാട്ടിലുള്ള ചില ആൾക്കാർ വരട്ടെ, അവരെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു. പിണറായി വിജയൻ വരട്ടെ, എന്ത് ചിന്തിക്കുന്നു. അല്ലെ വി.ഡി. സതീശൻ ആരാന്ന് വെച്ചാൽ വരട്ടെ. അല്ലെങ്കിൽ നിങ്ങളുടെ അയൽവക്കത്തുള്ളവർ വരട്ടെ, ഹൃദയത്തിലേക്ക് വരട്ടെ. അവരെക്കുറിച്ച് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു? മക്കൾ, അമ്മ, അമ്മായിയപ്പൻ, ചേട്ടൻ, അനിയൻ, ഹൃദയത്തിലെ വികാരങ്ങൾ എന്തു പറയുന്നു? ഇതെല്ലാം ഒന്ന് പ്യുവറാണോ? ഹാർട്ട് പ്യുവറാണോ? എന്തെല്ലാമാണ് അതിനകത്തിരിക്കുന്നത്? ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിനകത്തുള്ള നിഗൂഢതകൾ. എന്നിട്ട് ഇവിടെ പറയാണ്, ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണും. അപ്പോൾ അത് ഈ ഹൃദയശുദ്ധി എങ്ങനെയാണ് നമുക്ക് വരുന്നത്? എങ്ങനെയാണ് നമ്മൾ ദൈവത്തെ കാണുന്നത്? അതൊരു പ്രോസസ്സാണ്. ആ പ്രോസസ്സ്, അനുസരണം നമ്മളിൽ വരുത്തുന്നൊരു പ്രോസസ്സ് ഈ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. എന്താണ് നമ്മുടെ ശുദ്ധീകരണം? എന്താണ് നമ്മുടെ വിശുദ്ധീകരണം? ഹൗ ഗോഡ് മേക്സ് us പ്യുവർ? അത് നമുക്ക് ഈ വേദപുസ്തകത്തിൽ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്ന പാഠങ്ങളാണ്, ബാലപാഠങ്ങളാണ്. അതാണ് ലേഖനങ്ങൾ നമ്മൾ പഠിക്കേണ്ടതിൻ്റെ എമർജൻസി. നമ്മൾ അപ്പോസ്തലിക ലേഖനങ്ങളിലൂടെ മുമ്പോട്ട് പോകേണ്ടത് ആവശ്യമാണ്. റോമാലേഖനം, നിങ്ങൾക്ക് ഒരു കാര്യം ഞാൻ പറയും, നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കണമെങ്കിൽ നിങ്ങൾക്കറിയാം, ഇത്രയും ദൂരം വന്ന് ഇത് എപ്പോഴും പഠിപ്പിക്കാൻ നമ്മൾ നടക്കുന്ന കാര്യമില്ല. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ആത്മാവ് പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓൺ ചെയ്തിട്ട് അതിനകത്ത് ARC എന്ന് പറഞ്ഞ് ARC എന്ന് ടൈപ്പ് ചെയ്തിട്ട് അതിൻ്റെ ഒരു സ്പേസ് ഇട്ടിട്ട് ചേസ് ജോസഫ് എന്നുകൂടെ സെർച്ച് ചെയ്താൽ ഒരു ചാനൽ വരും. ആ ചാനലിനകത്ത് റോമാലേഖനത്തിൻ്റെയും എബ്രായ ലേഖനത്തിൻ്റെയും ഈ പുതിയ നിയമ ലേഖനങ്ങളുടെ എല്ലാം കമൻട്രി, വേഴ്സ് ബൈ വേഴ്സ് കമൻട്രി ഉണ്ട്. പുതിയ നിയമത്തിലെ മിക്കവാറും ലേഖനങ്ങളുടെ ഉണ്ട്. അതുകൂടാതെ സുവിശേഷങ്ങളുടെ വേഴ്സ് ബൈ വേഴ്സ് അല്ല, അത് സമ്മറി ഓഫ് ഡോക്ട്രിൻസ്, സുവിശേഷത്തിൽ നിന്നുള്ളത്. അത് ബെരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് എന്ന് പറയുന്നൊരു BIM and ARC എന്ന വേറൊരു ചാനലുണ്ട്. അതിനകത്ത് ഇതെല്ലാം ഉണ്ട്. അപ്പോൾ റോമാലേഖനമെങ്കിലും നിങ്ങൾ ഈ അടുത്ത ദിവസങ്ങളിൽ ഞാനൊരു ഹോംവർക്ക് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, അത് അടുത്ത ഞായറാഴ്ച പരിശോധിക്കുന്നതായിരിക്കും. ഈ റോമാലേഖനം എബ്രായ ലേഖനം എങ്കിലും നമ്മൾ ബേസിക്കലി അറിഞ്ഞിരിക്കണം. അതറിയാതെ നമുക്ക് ഇത് മനസ്സിലാവില്ല. അപ്പം കർത്താവ് എന്താണോ പഠിപ്പിച്ചത് അത് ഉറപ്പിച്ചു കൊടുക്കാൻ വേണ്ടി അപ്പോസ്തലന്മാരെ ഏൽപ്പിച്ചു. അപ്പോസ്തലന്മാരത് രേഖപ്പെടുത്തി. വിശ്വാസത്തിന് അനുസരണം വരുത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ശുശ്രൂഷയെന്ന് അപ്പോസ്തലന്മാർ പറഞ്ഞു. അത്രയും പറഞ്ഞ ശേഷം അപ്പോസ്തലന്മാർ നമ്മളെ ഈ പുസ്തകം ഏൽപ്പിച്ചിട്ട് പോയി. നമ്മൾ ആ അപ്പോസ്തലന്മാർ എഴുതിയ ലേഖനങ്ങളെല്ലാം മടക്കി വെച്ചിട്ട് നമ്മൾ ദാവീദിനെക്കുറിച്ചും ആലയം പണിയുന്നതിനെക്കുറിച്ചും പ്രസംഗിച്ചുകൊണ്ട് നടന്നു. അവസാനം നീതി എന്താണെന്നൊന്നും അറിയാൻ വയ്യാത്തൊരു സമൂഹം ഉണ്ടായി. അപ്പോൾ നമ്മൾ സീരിയസ് ക്രിസ്ത്യൻസ് ആണെങ്കിൽ വി നീഡ് ടു ഫോളോ ദ ഡോക്ട്രിൻസ് ഓഫ് ദ അപ്പോസ്റ്റൽസ്. റോമാലേഖനം 6:17 എന്താ പറയുന്നത്? നിങ്ങൾ ഇതുവരെ പാപത്തിൻ്റെ ദാസന്മാരായിരുന്നുവെങ്കിലും ഞങ്ങൾ നിങ്ങളെ പഠിപ്പിച്ച ഉപദേശരൂപത്തെ, ഫോം ഓഫ് ഡോക്ട്രിൻ, ഹൃദയപൂർവ്വം അനുസരിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നത് കൊണ്ട്. അപ്പോൾ നമ്മൾ നീതിക്ക് വേണ്ടി വിശുദ്ധ ദാഹിക്കുന്ന ഒരു നീതിയുടെ ദാസന്മാരുമാകണമെങ്കിൽ എന്തു വേണം? ഈ അപ്പോസ്തലിക ഉപദേശത്തിന് നമ്മൾ ഒബീഡിയൻസ് കാണിക്കണം. ആ അപ്പോസ്തലിക ഉപദേശം നിങ്ങൾക്ക് നൽകിയ
ദ സൗണ്ട് ഡോക്ട്രിൻ എന്താണ് മുകളിൽ എഴുതിയിരിക്കുന്നത്? എ ഫോം ഓഫ് ഡോക്ട്രിനാണ്. അതായത് കൃത്യമായ നിയതമായ ഫോമുള്ള ഒരു സ്ട്രക്ചറുള്ള ഡോക്ട്രിൻ. ഇന്ന് ഡോക്ട്രിൻ എന്ന് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് പേടിയാണ്. ഇത് അപ്പോസ്തലന്മാർ അവരെ പഠിപ്പിച്ചിരുന്നു. അത് നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുവാനും ക്രിസ്തുവിൻ്റെ ഉന്നതമായ നീതി അനുസരിക്കാനും വേണ്ടിയായിരുന്നു. അപ്പോൾ ഈ ഒരു ഫോം ഓഫ് ഡോക്ട്രിനാണ് ഇത്. നമ്മൾ വളരെ അത്ഭുതകരമായിട്ടാണ് പരിശുദ്ധാത്മാവ് ഇത് വേദപുസ്തകത്തിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. റോമാലേഖനം 1 അധ്യായത്തിൻ്റെ 1 മുതൽ എഫേസ്യ ലേഖനം 3:15 വരെ അത്രയും ലേഖനങ്ങൾ, അത്രയും വാക്യങ്ങളും നമ്മുടെ നീതീകരണത്തെക്കുറിച്ചാണ് പറയുന്നത്. നീതീകരണം. ഹൗ ഡിഡ് ഗോഡ് ജസ്റ്റിഫൈ സിന്നേഴ്സ് ലൈക്ക് അസ്? നമ്മൾ എന്ത് അടിസ്ഥാനത്തിലാണ് ദൈവം നീതിമാന്മാരാക്കി മാറ്റിയത്? നമ്മുടെ പ്രവൃത്തികളാൽ അല്ലാതെ എങ്ങനെ നമ്മളെ നീതിമാന്മാരാക്കി മാറ്റാൻ കഴിഞ്ഞു? ഇതിൻ്റെ എക്സ്പ്ലനേഷനാണ് എഫേസ്യ ലേഖനം 3:15 വരെ. എഫേസ്യ ലേഖനം 3:16 മുതലൊരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയോടുകൂടിയാണ് വിശുദ്ധീകരണത്തെക്കുറിച്ചുള്ള പഠിപ്പിക്കൽ ആരംഭിക്കുന്നത്. എഫേസ്യ ലേഖനം 3:16 പിന്നെ അങ്ങോട്ട് നോക്കിയാൽ ഫിലിപ്പിയൻസ്, കൊളോഷ്യൻസ്, ഹീബ്രൂസ്, പീറ്റർ, ജെയിംസ്, ഇതെല്ലാം വിശുദ്ധീകരണത്തെക്കുറിച്ചാണ്. ഇതൊന്നും നീതീകരണത്തെക്കുറിച്ച് പിന്നെ പറയുന്നതേ ഇല്ല. അത് വ്യവസ്ഥിതമായിട്ട് യൂദായുടെ ലേഖനം തീരുമ്പോഴേക്കും വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരെ ആനന്ദത്തോടെ നിർത്തുവാൻ ആ ലെവൽ വരെയാണ് അപ്പോസ്റ്റലിക് ഡോക്ട്രിൻ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. അതായത് ഒരു പാപിയോട് റോമാലേഖനം സംസാരിച്ചു തുടങ്ങി പാപികളോടുള്ള ദൈവത്തിൻ്റെ ക്രോധത്തെക്കുറിച്ച് പറഞ്ഞ് ലോകത്തിൽ പാപികളല്ലാത്ത ആരുമില്ല എന്ന് പറഞ്ഞിട്ട് അവസാനം യൂദായുടെ ലേഖനം തീരുമ്പോഴേക്കും നമ്മൾ വീഴാതെ അവൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിൽക്കുമെന്നും അങ്ങനെ നമ്മളെ നിർത്താൻ അവന് കഴിവുണ്ടെന്നും നമ്മളെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നതും രക്ഷയുടെ അന്തം ഇതാണെന്നും പറഞ്ഞുകൊണ്ടാണ് അപ്പോസ്തലിക ഉപദേശം ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ എത്ര സിസ്റ്റമാറ്റിക് ആയിട്ടാണ്. യാക്കോബിൻ്റെ ലേഖനം വായിക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ സ്ഥിരതയെക്കുറിച്ചാണ്. അത് നമ്മുടെ വിശുദ്ധീകരണത്തിൻ്റെ ഫലമാണ്. ഇപ്പം നമ്മൾ സമാധാനം എന്നുള്ള വാക്ക് കാണാം. അത് ഇബ്രായ ലേഖനം 4 അധ്യായത്തിലാണ്, റോമർ 5-ലുമാണ് ഈ ദൈവവുമായുള്ള സമാധാനം എന്ന വിഷയം പറയുന്നത്. നമുക്ക് ദൈവവുമായി സമാധാനം ഉണ്ടെങ്കിലേ എല്ലാവരുമായിട്ട് സമാധാനം ഉണ്ടാവുകയുള്ളൂ. പണ്ട് അങ്ങനെ അല്ലായിരുന്നു. പണ്ട് നമുക്ക് മനുഷ്യരുമായിട്ട് സമാധാനം ഉണ്ടായിരുന്നു, ദൈവവുമായിട്ടില്ലായിരുന്നു. ഇപ്പം ദൈവവുമായിട്ട് സമാധാനം ഉണ്ടായി, അപ്പോൾ മനുഷ്യരുമായിട്ട് ചിലപ്പം അസമാധാനം ഉണ്ടാകും. പക്ഷെ നമ്മുടെ ഉള്ളിൽ സമാധാനമാണ്. കാരണം എന്താ? അൾട്ടിമേറ്റ്ലി ഇഫ് ഗോഡ് ഈസ് വിത്ത് അസ് വി ആർ പീസ്ഫുൾ ആൻഡ് വി ആർ അറ്റ് റെസ്റ്റ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പം ഈ സമാധാനം എങ്ങനെ ഉണ്ടാകുന്നത്? ഇതെല്ലാം ഈ അപ്പോസ്തലിക ലേഖനങ്ങളിലുണ്ട്. അപ്പം ഞാനിത് ഗിരിപ്രഭാഷണം പറയുന്നത് കൊണ്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കൂടെ മനസ്സിലായെങ്കിൽ മാത്രമേ ഇത് പിടികിട്ടുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് ഇത്രയും ടൈം എടുക്കുന്നത്. ഓക്കെ, എനിക്ക് ഈ 10 ദിവസം കൊണ്ട് തീരുമോ 8 ദിവസം കൊണ്ട് തീരുമോ എന്നുള്ള ആങ്സൈറ്റി ഉണ്ടായിരുന്നെങ്കിലും ഐ നൗ ബിലീവ് വി വിൽ ഫിനിഷ് ഇറ്റ് ഓഫ്. ഓക്കെ, എനിവേ, പക്ഷേ നിങ്ങൾ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം നമുക്ക് ഒരൊറ്റ ജീവിതമേ ഉള്ളൂ. നമുക്ക് സ്വർഗത്തിൽ നിന്ന് ഇറക്കി തന്ന ഈ കത്ത്, ഈ ലെറ്ററുകൾ, കർത്താവ് നമുക്ക് എഴുതി തന്ന ഈ സ്നേഹലേഖനങ്ങൾ, അത് വിട്ടുപോകരുത്. സുവിശേഷമായാലും പുതിയ നിയമത്തിലെ ഈ ലേഖനങ്ങൾ, സഭയ്ക്ക് നൽകപ്പെട്ട ലേഖനങ്ങൾ നമ്മൾ പഠിക്കാതെ വിട്ടുപോകരുത്. നമ്മുടെ പിള്ളേർ പോയി എന്തെല്ലാം ഗഹനമായ കാര്യങ്ങൾ പഠിക്കുന്നു, എത്രയോ വർഷം അതിനു വേണ്ടി ചിലവാക്കുന്നു. ഒരു സഹോദരൻ 40-50 വയസ്സായപ്പം പെട്ടെന്ന് വിശ്വാസി വന്നു. വിശ്വാസത്തിന് പറഞ്ഞ് എനിക്കറിയാം എൻ്റെ ഓർമ്മ പോകുന്നതിന് മുമ്പ് എനിക്ക് ബൈബിൾ മുഴുവൻ പഠിക്കണം. പുള്ളി കുത്തിയിരുന്ന് ബൈബിൾ അങ്ങ് പഠിക്കാൻ തുടങ്ങി. ഭയങ്കര റെവലേഷനായി മാറി പുള്ളിക്ക്. അത് പുള്ളി ഫുള്ള ബൈബിൾ. കാരണം ഈ ഓർമ്മ പോകുന്നതിന് മുമ്പ് നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഓർമ്മയുടെ ഈ സമയത്ത് തന്നെ ഈ ഉപദേശങ്ങളുടെ അടിസ്ഥാനം നമ്മൾ അറിഞ്ഞിരിക്കണം. അതല്ലെങ്കിൽ ഈ പരിജ്ഞാനത്തിൻ്റെ ഇടുക്കുവഴി നമുക്ക് ഒരിക്കലും മനസ്സിലാകത്തില്ല. അടുത്ത തലമുറയോട് എന്താ പറഞ്ഞു കൊടുക്കേണ്ടത് നമുക്കറിയാൻ വയ്യാത്തൊരു സ്റ്റേജ് വരും. ഓക്കെ, അപ്പോൾ അടുത്ത വാക്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മൾ ഹങ്കർ ആൻഡ് തേസ്റ്റിംഗ് ഫോർ റൈച്ചസ്നെസ് ഉള്ളതിലേക്ക് പിന്നെയും വരും. കാരണം പിന്നെ അത് വരുന്നുണ്ട് 11-ാം വാക്യത്തിൽ. 7-ാം വാക്യത്തിൽ പറയുന്നത് ബ്ലസ്സഡ് ആർ ദ മെഴ്സിഫുൾ, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. അപ്പം ഇതൊരു കണ്ടീഷനായിട്ട് നമുക്ക് പലപ്പോഴും തോന്നാറ്. കരുണയുണ്ടെങ്കിൽ നിങ്ങൾക്കും കരുണ ലഭിക്കും. കർത്താവ് പറഞ്ഞ വേറൊരു കാര്യം, കർത്തൃ പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ കർത്താവ് പറഞ്ഞൊരു കാര്യമാണ്. എന്താണ്? ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങളോട് ക്ഷമിക്കണേ, ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും. അപ്പോൾ എന്തോരം ക്ഷമിക്കണമെന്നാണ് പിതാവിനോട് പറയുന്നത്? പിതാവേ, ഞങ്ങളോട് കടപ്പെട്ടിരിക്കുന്നവരോട് എത്ര ക്ഷമിച്ചിട്ടുണ്ടെന്ന് നിനക്കറിയാം, ഞങ്ങൾക്കറിയത്തില്ല, അത്രയും ഞങ്ങളോട് ക്ഷമിച്ചാൽ മതി. എങ്ങനെയുണ്ട്? അങ്ങനെയല്ലേ? Forgive our debts as we have forgiven our debtors. ഞങ്ങളോട് കടപ്പെട്ടിരിക്കുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട്. അപ്പോൾ കർത്താവിനോട് പറയണം, കർത്താവേ, നീ എൻ്റെ ഹൃദയത്തിൽ നിന്ന് നോക്കിയിട്ട് ഞാൻ എന്തുമാത്രം മറ്റുള്ളവരോട് ക്ഷമിച്ചിട്ടുണ്ടെന്ന് നോക്ക്, അത്രയും
നീ എന്നോട് ക്ഷമിച്ചാൽ മതി. എങ്ങനെയുണ്ട്? നമ്മൾ ആരെങ്കിലും അപ്പുറത്ത് ചാടുവോ? അത്ര ക്ഷമിച്ചാൽ മതിയോ? ഇതാലോചിച്ച് നോക്കി. അപ്പം ഇവിടെ പറയുന്ന കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. നിങ്ങൾ വേറൊരാളുടെ കരുണ കാണിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾ വേറൊരാളുടെ കടങ്ങൾ ക്ഷമിക്കുന്നില്ലെങ്കിൽ, അതിനർത്ഥം നിങ്ങൾക്ക് ദൈവത്തിൽ നിന്നുള്ള പാപക്ഷമ എന്താണെന്ന് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. അതായത് നമ്മോട് കർത്താവ് എത്ര ആഴമായിട്ടാണ് ക്ഷമിച്ചിരിക്കുന്നതെന്നും, നമ്മുടെ ഒരു കളങ്കവും കുറവും ഓർക്കാതെ, ഒരു തെറ്റും ഓർക്കാതെ നമ്മളെ പൂർണ്ണമായിട്ടും, അതായത് അവരുടെ പാപങ്ങളെ ഇനി ഞാൻ ഓർക്കുകയുമില്ല, അത് മനസ്സിൽ വെച്ചുകൊണ്ട് പെരുമാറുകയില്ല. ആ ക്ഷമയാണ് കർത്താവിൻ്റെ ക്ഷമയെന്ന് പറയുന്നത്. നമ്മുടെ പഴയകാല പാപങ്ങളെ കർത്താവ് അവൻ്റെ ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്നില്ല. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ, നമ്മളെ നോക്കുമ്പോൾ കർത്താവ് നമ്മുടെ അകൃത്യങ്ങൾ കാണുന്നില്ല, യേശുക്രിസ്തുവിനെയാണ് കാണുന്നത്. വി ആർ ഹിഡൻ ബിഹൈൻഡ് ക്രൈസ്റ്റ്. അപ്പോൾ കർത്താവിലൂടെയാണ് നമ്മളെ കാണുന്നത്, ക്ഷമിക്കപ്പെട്ടവരായിട്ടാണ് നമ്മളെ കാണുന്നത്. അതുകൊണ്ട് പിതാവ് നമ്മുടെ പാപങ്ങളെ ഒന്നും ഓർക്കുന്നില്ല. അപ്പോൾ നമുക്ക് അതേ മനസ്സ്, ഇതാണ് ഈ സാങ്ക്ടിഫിക്കേഷൻ്റെ തലം, അതായത് പരിജ്ഞാനത്തിൻ്റെ തലത്തിലാണ് ഗിരിപ്രഭാഷണം. അവിടെ പറയുന്നത് നമ്മുടെ ഹൃദയം അങ്ങനെ ആയിരിക്കണം. ഒരു മനുഷ്യനെക്കുറിച്ചുള്ള യാതൊരു അക്കൗണ്ടും നമുക്കുണ്ടാകാൻ പാടില്ല. അവൻ അങ്ങനെ ചെയ്തെന്നുള്ളത് നമ്മുടെ മെമ്മറിയിൽ പോലും വരാൻ പാടില്ല. അങ്ങനെ മെമ്മറിയിൽ നിന്ന് പോലും അത് പോകണമെങ്കിൽ നമ്മൾ ദൈവത്തിന് മുമ്പിൽ എത്ര ദരിദ്രരും എത്ര കരയുന്നവരും എത്ര ബ്രോക്കണും ആണെങ്കിലാണ് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും പോകുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? അത് നമ്മൾ വിചാരിച്ചാൽ സാധിക്കില്ല. അതായത് ഞാൻ ഇന്ന് തൊട്ട് മറക്കാൻ പോകുന്ന പറയുന്നത് നമ്മുടെ മറവി എന്ന് പറയുന്നത് നമ്മൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ 4, 3, 7 പഠിക്കാൻ നമ്മൾ ഒത്തിരി പാടുപെടല്ലേ ചെറുപ്പത്തിലെ? ഓർമ്മയുണ്ടോ? എങ്ങനെ പിള്ളേർ പഠിച്ചിരുന്നത്? 4, 5, 6, 7 അങ്ങനെയല്ലായിരുന്നോ? ഭയങ്കര പാട്. പിന്നെ 8, 7 എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം 8, 7 കൂട്ടിയിട്ട് 10 ആയുള്ളൂ. പിന്നെ 5 കാലയിൽ കൂട്ടും. ഒരു വിധത്തിലാണ് പഠിച്ചത്. അപ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഈ ബേസിക് മാത്തമാറ്റിക്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ പിള്ളേർക്ക് വലിയ കുഴപ്പമില്ല. പക്ഷെ പഠിക്കാൻ ഭയങ്കര പാടാണെങ്കിൽ അതിനേക്കാളും പാടാണ് മറക്കാൻ. നാളെ വരുമ്പോൾ 4, 3, 7 എന്നുള്ളതൊന്ന് മറന്നിട്ട് വരാമോ? വരാം. ABCD Z വരെയുള്ളതൊന്ന് മറന്നിട്ട് വരാമോ? നിങ്ങളുടെ അയൽവക്കക്കാർ ചെയ്ത തെറ്റുകളൊന്നും മറന്നിട്ട് വരാമോ? നിങ്ങളുടെ വീട്ടുകാർ ചെയ്ത തെറ്റൊന്നും മറന്നു, ഇതൊന്നും മറന്നിട്ട് വരാൻ പറ്റില്ല. ഞാൻ ക്ഷമിച്ചു ബ്രദറെ, പക്ഷേ എൻ്റെ ഹൃദയത്തിൽ ഇത് കാണും, ഞാൻ മറക്കില്ല. ഇതിൻ്റെ ടെക്നിക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്കൊരു സുഹൃത്തുണ്ടെന്ന് വിചാരിച്ചു. ചെറുപ്പത്തിലെ അവൻ എന്നോട് വഴക്കുണ്ടാക്കി. ഇപ്പം 10 വയസ്സ് പ്രായമുള്ളപ്പോൾ എന്നോട് വഴക്കുണ്ടാക്കി. പിന്നെ 1-2 വർഷം ഇങ്ങനെ വഴക്കുണ്ടാക്കി. എക്സാമ്പിളായിട്ട് ഇങ്ങനെ നടന്നിട്ടില്ല. 2-3 വർഷം കഴിഞ്ഞപ്പോൾ പിന്നെ ഇണങ്ങി പറഞ്ഞു, ക്ഷമിക്കണം, ഞാൻ നിന്നോട് വഴക്കുണ്ടാക്കി, തെറ്റ് ചെയ്തു, അങ്ങനെയൊക്കെ പറഞ്ഞ് കരഞ്ഞ് വിളിച്ച് പിന്നെ കൂട്ടായി. ഒരു 15-16 വയസ്സായി കഴിഞ്ഞപ്പം പിന്നെ ഉടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നറിയോ? നമ്മുടെ ബ്രെയിനിൻ്റെ ഷെൽഫിനകത്തുനിന്ന് പഴയ ഫയലുകളെല്ലാം തുറക്കും. അന്നേ എനിക്കറിയാമായിരുന്നു നീ ശരിയല്ലെന്ന്. കാരണം അത് മറന്നു നമ്മൾ വിചാരിക്കുന്നതാണ്. വി തിങ്ക് വി ഹാവ് ഫോർ ഗിവൺ, ബട്ട് വി ഹാവ് നോട്ട്. അതെപ്പോഴാണ് മനസ്സിലാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ വർഷങ്ങൾക്ക് ശേഷം ഇവൻ പിന്നെയും ഈ പണി ചെയ്യുമ്പം നമ്മൾ പഴയ കഥ പൊക്കിക്കൊണ്ടുവരും, നമ്മുടെ മനസ്സിലേക്ക് അത് വരും. ഇവനെ അന്നേ സൂക്ഷിക്കേണ്ടതായിരുന്നു. അതിനർത്ഥം എന്താണ്? വി ഹാവ് നോട്ട് ഫോർ ഗിവൺ എനിവൺ. ആരുടെയും നമ്മോട് ചെയ്ത തെറ്റുകളെ ഓർക്കാതിരിക്കാൻ നമുക്ക് പറ്റത്തില്ല. അതായത് ചെറുപ്പകാലത്ത് 6, 7 വയസ്സ് 8 വയസ്സുള്ള സമയത്ത് ആരോ ചെയ്ത ചെറിയൊരു തെറ്റോർത്തുകൊണ്ട് 40 വർഷം കഴിഞ്ഞിരുന്ന് കരയുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. എത്ര പഴയ. അപ്പം പല ആൾക്കാരോട് പറയും, എനിക്ക് അങ്ങനെ ചെയ്തു, ഞാൻ എത്ര നാൾ മുമ്പാ? 15 വർഷം മുമ്പ്. ഒന്ന് ആലോചിച്ച് നോക്കണം മനുഷ്യൻ്റെ മനസ്സെന്ന് പറയുന്നത്. എന്നാൽ എത്രയോ നല്ല കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ടാവും, അതൊന്നും ഓർമ്മയിലില്ല. എന്തെങ്കിലും ചീത്ത സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഭർത്താവ് പണ്ടെങ്ങാണ്ട് അറിയാതെ പറഞ്ഞു പോയൊരു വാക്ക്, ഭാര്യ ഏതോ ദേഷ്യത്തോടെ നോക്കിയത്, ഇതെല്ലാം മെമ്മറി കിടക്കുക. എനിക്കതൊന്നും മറക്കാൻ പറ്റത്തില്ല പാസ്റ്ററെ. ഈ കൗൺസിലിംഗ് ചെയ്യുന്നതുകൊണ്ട് നമുക്കറിയാം എന്തെല്ലാം ഗുലുമാലുകളിലൂടെ. ഇതൊന്നും മറക്കാൻ പറ്റത്തില്ല. കർത്താവ് എന്താ പറയുന്നറിയോ? കർത്താവിൽ നിന്ന് പാപക്ഷമ സ്വീകരിക്കുമ്പോൾ നമ്മൾ ടോക്കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടു ഒടിഞ്ഞു, നമുക്കൊരു ക്ലെയിമും ഇല്ല. അപ്പോൾ എന്നെക്കുറിച്ച് അപവാദം പറയുവാണെങ്കിൽ ഞാൻ പറയേണ്ടത്, നിനക്ക് എന്നെ ശരിക്കറിയാമെങ്കിൽ
ഇങ്ങനൊന്നും അല്ല ബോധം പറയുന്നത്. ഇത് വളരെ കുറച്ചേ ഉള്ളൂ. നീ എന്നെ തല്ലുവാണെങ്കിൽ എൻ്റെ യഥാർത്ഥ സ്വഭാവം പറഞ്ഞാൽ നീ എന്നെ തല്ലി കൊന്നേനെ. നീ എന്നെ തല്ലിയിട്ട് വിട്ടതിനായിട്ട് സ്തോത്രം. ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു എൻ്റെ ഹൃദയത്തിൽ നിന്ന്, കർത്താവ് ഈ മറ്റുള്ളവരുടെ കയ്പും വെറുപ്പും കർത്താവ് എന്തെന്ന് വെച്ചാൽ എൻ്റെ ഓർമ്മ അങ്ങ് എടുത്തു കളഞ്ഞു. ഈ ഓർമ്മ എന്ന് പറഞ്ഞാൽ ഇമോഷണൽ മെമ്മറി എനിക്ക് ഒട്ടുമില്ല. ഇമോഷണൽ മെമ്മറി ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അനുഭവിച്ച സന്തോഷമോ സങ്കടമോ ആനന്ദമോ ദേഷ്യമോ ഒന്നും എൻ്റെ ഓർമ്മയിലില്ല. നല്ലതുമില്ല ചീത്തയുമില്ല. ഒരുത്തനെ തല്ലിയെങ്കിൽ തല്ലി എന്നുള്ള ഓർമ്മയുണ്ട്, പക്ഷെ തല്ലുമ്പോൾ അനുഭവിച്ച പെയിൻ എനിക്ക് ഓർമ്മയില്ല. ഒരാൾ എനിക്കൊരു ഗിഫ്റ്റ് മേടിച്ചുകൊണ്ട് ഞാൻ മേടിച്ചപ്പോൾ ഉണ്ടായ ആ ഗിഫ്റ്റ് മേടിച്ച് തന്ന എനിക്കറിയാം, പക്ഷെ അന്നേരം ഉണ്ടായ സന്തോഷം എനിക്ക് ഓർമ്മയില്ല. അതുകൊണ്ട് അയാളോട് നന്ദിയുമില്ല. കാരണം എന്താ? വികാരം ഓർമ്മയില്ല. ആ വികാരം എനിക്കിപ്പോൾ ഇല്ല. അതുകൊണ്ട് എനിക്ക് കാശ് തന്നാലും നന്ദി കിട്ടില്ല തിരിച്ച്. അന്നേരമുള്ള താങ്ക് യു ഉള്ളൂ. 4 ദിവസം 5 വർഷം കഴിയുമ്പോൾ എനിക്ക് അന്ന് എന്നെ സഹായിച്ച ആളാ, അങ്ങനത്തെ ഈ വികാരം എനിക്കില്ല. ദൈവം അതങ്ങ് എടുത്ത് കളഞ്ഞുകൊണ്ട് എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ദുഃഖത്തിൻ്റെ കാര്യമായാലും നല്ലതിൻ്റെ കാര്യമായാലും ഇമോഷണൽ മെമ്മറി ഇല്ലാത്തതുകൊണ്ട് അതിനർത്ഥം ഞാൻ പ്യുവറാന്നല്ല. അതുണ്ടായിരുന്നെങ്കിൽ എന്തെല്ലാം ആയിരുന്നേ എൻ്റെ അവസ്ഥ. ഇങ്ങനെ പറയാൻ പോലും എനിക്ക് പറ്റത്തില്ലായിരുന്നു. മനുഷ്യൻ്റെ മൈൻഡിന് നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ, എല്ലാ ഓർമ്മകളും ഉണ്ടെങ്കിൽ ഇതുപോലെ ദുരിതം പിടിച്ചൊരു സാധനമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങൾ ചെറുപ്പകാലം മുഴുവൻ അനുഭവിച്ച ഒന്നും നിങ്ങൾ മറന്നു പോകാതിരുന്നാൽ നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുമോ? മറവി ഈസ് എ ഗ്രേറ്റ് ബ്ലെസ്സിങ് ഓഫ് ഗോഡ്. എന്നെ സംബന്ധിച്ച് തീർച്ചയായിട്ടും അതെ. എൻ്റെ ഓർമ്മ മുഴുവൻ പോയി ഞാൻ എല്ലാം മറന്നു പോയാലും കർത്താവിൻ്റെ അടുത്ത് ഞാൻ കാണുമെന്ന് എനിക്കറിയാം. സോ ഐ വിൽ റിജോയ്സ് ഇൻ ഹിസ് പ്രസൻസ് എനിക്കറിയാം. അതുകൊണ്ട് ഈ മണ്ണിലോട് മണ്ണായി ശരീരം അടിഞ്ഞു പോയാലും എനിക്ക് യാതൊരു പ്രയാസമില്ല. ദ ഓൺലി തിങ് ഈസ് ദർ വി ഷാൽ നോട്ട് ഹാർബർ എനി ഇൽ വിൽ അഗെയിൻസ്റ്റ് എനി പേഴ്സൺ. ഒരാളും എൻ്റെ ശത്രുവായിരിക്കരുത്. ഒരാളുടെയും കണക്ക് എൻ്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിക്കരുത്. കാരണം ഐ ആം ദ വർസ്റ്റ് ഓഫ് ഓൾ സിന്നേഴ്സ് എന്നുള്ള റെവലേഷൻ എപ്പോഴും ആരെ കാണുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം എന്നാണ് ഇതിനർത്ഥം. അതായത് നമ്മൾ അത്ര വലിയൊരു കൃപയാണ് പ്രാപിച്ചിരിക്കുന്നത്. ചില സമയത്ത് എനിക്ക് വളരെ ആഴമായ സങ്കടം തോന്നാറുണ്ട് ഇത് ഓർത്തിട്ട്. എങ്ങനെയാണ് ഒരു സഹവിശ്വാസിയെ, സഹോദരനെ, സഹോദരിയെ വെറുപ്പോടു കൂടി നോക്കാൻ പറ്റുന്നത്? മേ ബി ദേ ആർ റോങ്, ബട്ട് വി കനോട്ട് ഹേറ്റ് ദം. അപ്പം കരുണയുള്ളവർ, അപ്പം ഈ കരുണ നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നത്, ആ കരുണ എങ്ങനെയാണ് വരുന്നത്? ദൈവമാണ് എല്ലാ നന്മകളുടെയും ഉറവിടം. വിവാഹത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാം. നമ്മളെപ്പോഴും പറയുന്നത് ആദം ഉണ്ടായി കഴിഞ്ഞ ശേഷം ദൈവം ആദമിനെ നോക്കിയപ്പോൾ ആദം ഒറ്റയ്ക്കിരിക്കുന്നത് നല്ലതല്ലെന്ന് ദൈവം കണ്ടു. പക്ഷെ നമ്മൾ ഇന്നൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ആദം ഒറ്റയ്ക്കിരിക്കുന്നതായിരുന്നു നല്ലത്, അല്ലേ? ഒറ്റയ്ക്ക് ഇരിക്കുമായിരുന്നെങ്കിൽ ആ ഇരിപ്പ് ഇന്നും അവൻ അവിടെ ഇരുന്നേനെ. പക്ഷേ ദൈവം എന്ത് ചെയ്തു? ഇവൻ ഒറ്റയ്ക്കിരിക്കുന്നത് നല്ലതല്ലെന്നും പറഞ്ഞ് ഹവ്വയെ കൊടുത്തു. ശരിക്കും ദൈവം ചിന്തിച്ചത് ഇവൻ ഒറ്റയ്ക്കിരുന്ന് പാപം ചെയ്യാതിരിക്കുന്നതിനേക്കാളും നല്ലത് ഹവ്വയുടെ കൂടെ പോയി പാപം ചെയ്ത് വീഴുന്നതാണെന്ന് ദൈവം തീരുമാനിച്ചു. ഭയങ്കരമായി വീഴും ദൈവത്തിന് അറിയാലോ. ദൈവം വീഴ്ച നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ ഇവർ വീഴും ദൈവത്തിന് അറിയാം. അപ്പോൾ ദൈവത്തിൻ്റെ കണ്ണിൽ നോക്കുമ്പോൾ ഒറ്റയ്ക്കിരുന്ന് നീതിമാനായ ഒരു മൂലയിൽ ഇരിക്കുന്നതിനേക്കാളും ഒരു ഭാര്യയും കൂടെ കൊടുത്തിട്ട് അവൻ വീണാലും ബെറ്റർ ഏതാണ്? ഏത് നല്ലതെന്നാണ് ദൈവം കണ്ടത്? ശരിയല്ലേ? അപ്പോൾ ദൈവം നോക്കിയപ്പം ഒറ്റയ്ക്ക് എവിടെയെങ്കിലും നീതിമാനാന്ന് പറഞ്ഞിരിക്കാൻ പ്രയാസമില്ല, പക്ഷെ ആളുകളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് വരുന്നതോട് ഒറിജിനൽ സ്വഭാവം മുന്നോട്ട് വരുന്നത്. എങ്ങനെ നമ്മൾ പെരുമാറുന്നു എന്നുള്ളത് വെളിയിലേക്ക് വരുന്നത്. അപ്പോൾ എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് ആദം ഒറ്റയ്ക്കിരിക്കുന്നത് നല്ലതല്ലെന്ന് ദൈവം കണ്ടത്? കാരണം ദൈവം ആദമിനെ സ്നേഹിച്ചത് മകനെ പോലെയാണ്. യേശുക്രിസ്തുവിൻ്റെ നിഴൽ തന്നെയായിരുന്നു ആദം. ആദമൊരു സൃഷ്ടിയാണ്, പക്ഷേ യേശുക്രിസ്തുവിൻ്റെ ഒരു നിഴൽ പോലെയായിരുന്നു. ഒന്നാം ആദവും ഒടുക്കത്തെ ആദവും, ആദ്യത്തെ ആദവും ഒടുക്കത്തെ ആദവും. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത് ശേത്ത് ആദമിൻ്റെ മകൻ, ആദം ദൈവത്തിൻ്റെ മകൻ എന്നാണ്. ഹി വാസ് ലൈക്ക് എ സൺ.
അപ്പോൾ ഒരു മകനോട് ദൈവം കാണിക്കുന്ന സ്നേഹം ആരോട് കൊടുത്തോണ്ടിരിക്കുന്നത്? ആർക്ക് കൊടുത്തോണ്ടിരിക്കുന്നത്? ആദമിന് കൊടുത്തോണ്ടിരിക്കുന്നത്. അപ്പോൾ ആദമിന് ദൈവത്തിൽ നിന്ന് ഒത്തിരി ഗിഫ്റ്റുകൾ കിട്ടുന്നുണ്ട്. എന്താണത്? ദൈവത്തിൻ്റെ സ്നേഹം, കരുതൽ, പ്രൊട്ടക്ഷൻ, കരുണ എല്ലാം ആദം സ്വീകരിക്കുന്നുണ്ട്. പക്ഷെ സ്വീകരിക്കുന്ന ഈ ആൾക്ക് ഇത് കൊടുക്കാൻ ആരുമില്ല. മനസ്സിലാകുന്നുണ്ടോ? ഈ സ്നേഹം റിസീവ് ചെയ്യാൻ, അതായത് സ്നേഹം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ വാങ്ങിച്ചാൽ മാത്രം പോരാ, അത് കൊടുക്കുകയുടെ ചെയ്യണമെന്നില്ലേ? ഇല്ലേ? ശരിയല്ലേ? സ്നേഹം വാങ്ങിക്കുന്നതാണോ കൊടുക്കുന്നതാണോ നല്ലത്? രണ്ടും ഒരുപോലെയാണ്. കാരണം സ്നേഹം വാങ്ങിക്കാൻ നമ്മൾ എത്ര ആഗ്രഹിക്കുന്നു, അതുപോലെ തന്നെ സ്നേഹം കൊടുക്കാനും ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ ഒരു കുഞ്ഞുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത്? എന്തിനാ? സ്നേഹം കിട്ടാനാണോ കൊടുക്കാനാണോ? നിങ്ങൾ മിണ്ടാതിരിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ദൈവം നോക്കുമ്പം എന്താണ് സംഭവം? ആദമിനുള്ള ഗുണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യപ്പെടും. കർത്താവിന് എപ്പോഴും ഇത് ഇഷ്ടമാണ്, ദൈവിക ഗുണങ്ങളുടെ വ്യാപാരം. ദൈവിക ഗുണങ്ങളുടെ വ്യാപാരം നടക്കുമ്പോൾ ആരാ മഹത്വപ്പെടുന്നത്? ഇപ്പം ഈ ഷർട്ട് എനിക്ക് ആരോ വാങ്ങിച്ചെന്ന്, ആര് വാങ്ങിച്ചതെന്ന് ഓർമ്മയില്ല. അതാ ഞാൻ പറഞ്ഞു, എനിക്ക് പിന്നെ തന്നിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ ഇത് ഞാൻ പറയണം, ഇത് ഇന്നാരും വാങ്ങിച്ചു തന്ന ഷർട്ടാ എന്ന് പറയുകയാണെങ്കിൽ ആർക്കാ അതിൻ്റെ മഹത്വം? വാങ്ങിച്ചു തന്ന ആൾക്കാർ. അപ്പോൾ ആദവും ഹവ്വയും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുമ്പം ഈ ദൈവം അവർക്ക് പകർന്നു കൊടുത്ത ഒരു ഗുണത്തിൻ്റെ വ്യാപാരം നടക്കുമ്പോൾ അതിൻ്റെ മഹത്വം ആർക്കാണ്? ദൈവത്തിനാണ്. ശരിയല്ലേ? അപ്പോൾ ദൈവം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അവൻ്റെ സ്വഭാവത്തിൻ്റെ വ്യാപാരം അവൻ്റെ സൃഷ്ടിയിൽ കാണുമ്പോഴാണ്. അതായത് ദൈവിക സ്വഭാവത്തിൻ്റെ ഒരു പ്രതിഫലനം. അപ്പോൾ ആദവും ഹവ്വയും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുമ്പം അത് എവിടെ നിന്ന് കിട്ടിയ സ്നേഹമാണ്? ദൈവം ആദമിന് കൊടുത്തതാണ്. ഇനി നമ്മളൊരു ക്രിസ്തീയ വിവാഹത്തിലോട്ട് നോക്കാം. ഒരു ക്രിസ്തീയ വിവാഹത്തിൽ വരുമ്പം മറ്റ് കല്യാണങ്ങൾ പോലെയല്ല. മറ്റ് കല്യാണങ്ങളിൽ ഇവരെ യോജിപ്പിക്കുന്ന വേറെ പല ഘടകങ്ങളുണ്ട്. ജോലി, വിദ്യാഭ്യാസം, പണം, ജാതി, ഇതെല്ലാമാണ് അവരെ യോജിപ്പിക്കുന്നത്. അപ്പോൾ അവരെങ്ങനെയാണ് പരസ്പരം ഐക്യം ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നിച്ചൊരു സിനിമയ്ക്ക് പോയി, ഒന്നിച്ച് നല്ല ഫുഡ് കഴിച്ചു, പിന്നെ കഥകൾ പറഞ്ഞു, പിന്നെ ലോകത്തിൻ്റെ പ്ലഷറിലൂടെയാണ് അവർ ആ ബന്ധം കൊണ്ടുപോകുന്നത്. പിന്നെ എല്ലാ മതങ്ങളിലും അവരുടേതായ ഒരു ആത്മീയതയുണ്ട്, പക്ഷെ പ്ലസ് ഇതെല്ലാം ഉണ്ട്. എന്നാൽ ക്രിസ്തീയ വിവാഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മളിലേക്ക് പകർന്നിട്ടാണ് ഇവരെ പറഞ്ഞു വിടുന്നത്. ഇവിടെയാണ് വിശുദ്ധീകരണം എന്താണെന്ന് മനസ്സിലായി. നമ്മൾ 2-3 ബിയാറ്റിറ്റ്യൂഡ്സ് ഒന്നിച്ച് പഠിക്കാൻ പോവാണ്. എന്താണ് വിശുദ്ധീകരണം? എങ്ങനെയാണ് ഒരു മനുഷ്യൻ കരുണയുള്ളവനായി മാറുന്നത്? എങ്ങനെയാണ് ഒരു മനുഷ്യൻ പ്യുവർ ഇൻ ഹാർട്ടായിട്ട് മാറുന്നത്? എങ്ങനെയാണ് ഒരു മനുഷ്യൻ ശുദ്ധിയുള്ളവനായി മാറുന്നത്? അപ്പം നമ്മളൊരു കാര്യം പഠിക്കേണ്ടതായിട്ടുണ്ട്. 3 വാക്കുകൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നു. ഒന്ന് ക്ലെൻസിങ് അല്ലെങ്കിൽ ശുദ്ധീകരണം. ഓക്കെ. മറ്റൊന്ന് വിശുദ്ധീകരണം, സാങ്ക്ടിഫിക്കേഷൻ. മൂന്നാമത്തത്, അതിന് ഇംഗ്ലീഷിലൊരു വാക്ക് ഇല്ലാത്തതുകൊണ്ട് അവർ 3 പ്രാവശ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഹോളി ഹോളി ഹോളി. അത് ദൈവത്തിൻ്റെ ക്യാരക്ടറാണ്. അതിന് നമ്മൾ പരിശുദ്ധി എന്ന് മലയാളത്തിൽ പറയും. അപ്പോൾ ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞ 3 വാക്കുകൾ? ശുദ്ധി, വിശുദ്ധി, പരിശുദ്ധി. ഇനി നമുക്കിത് 3 എന്താണെന്ന് നോക്കാം. ശുദ്ധി എന്ന് പറയുന്നത് ഒരു വസ്തു ക്ലീനാണ് എന്നുള്ളതാണ്, അതായത് ശുദ്ധമാണ്, അല്ലേ? ഇപ്പം നിങ്ങളെല്ലാവരും കുളിച്ചൊക്കെ വന്നായിരിക്കും എന്ന് വിചാരിക്കും, അല്ലെ ചിലപ്പോൾ ജോലി സ്ഥലം ഡയറക്റ്റ് വന്നുകൊണ്ടായിരിക്കും, നല്ല കൈയൊക്കെ ക്ലീനാണ്. പക്ഷെ വിശുദ്ധമല്ല. പിന്നെ എന്താണ്? ക്ലീനാണ്. ഒരു പാത്രം നമ്മൾ നല്ലപോലെ കഴുകി, ഇപ്പോൾ കർത്തൃമേശ എടുക്കുന്ന പാത്രം ആയിക്കോട്ടെ, നല്ലപോലെ കഴുകി സോപ്പിട്ട് കഴുകി, അത് വേറെ സോപ്പെല്ലാം ശരിക്കും കഴുകി കളഞ്ഞ് ഡ്രൈ ചെയ്ത് ഉണക്കി വെച്ചിരിക്കുന്നു, ക്ലീനാണ്. അതിൻ്റെ സാനിറ്റൈസർ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ കൈ ക്ലീൻ. അതിനാണ് നമ്മൾ ക്ലെൻസിങ് എന്ന് പറയുന്നത്. ഇനി അതിനെ വിശുദ്ധമാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ കർത്തൃമേശ എടുക്കുന്ന പാത്രങ്ങൾ വിശുദ്ധമാകുന്ന എപ്പോഴാണ്? പാത്രങ്ങൾ വിശുദ്ധമാകുന്നില്ല, എന്നാലും സെപ്പറേറ്റഡ് ആകുന്നു. അതെപ്പോഴത്? അതിൽ അപ്പവും പാനപാത്രവും, അപ്പവും മുന്തിരിച്ചാറും അതിൽ നിറയ്ക്കപ്പെടുകയും അത് മേശമേൽ കൊണ്ടുപോയി വെച്ചിട്ട് ശുശ്രൂഷകൻ കർത്താവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയാണെന്നും ഇത് കർത്താവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയാണെന്നും അപ്പം ഒന്നായ കൊണ്ട് നാം പലരായ നാം ഒരു ശരീരമെന്ന് പറയുമ്പം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഈ അപ്പവും പാനപാത്രവും ക്രിസ്തുവിൻ്റെ മരണത്തെയും പുനരുത്ഥാനത്തെയും നമ്മുടെ വീണ്ടെടുപ്പിനെയും എന്നേക്കുമുള്ള ഉടമ്പടിയെയും രക്തത്താലുള്ള ഉടമ്പടിയെയും കാണിക്കുന്നു.
ഇപ്പം നമ്മൾ കർത്താവിൻ്റെ യഥാർത്ഥത്തിൽ പറയുന്നതാണ്, കർത്താവേ, നീ ഞങ്ങൾക്കായി മരിച്ച് എന്നേക്കുമുള്ള നിയമത്തിൻ്റെ ഉടമ്പടിയുടെ ഭാഗമായി ഞങ്ങളെ മാറ്റിയതിനെ ഓർക്കുവാൻ ഈ അപ്പത്തെയും പാനപാത്രത്തെയും ഞങ്ങൾക്ക് വേർതിരിച്ച് തന്നതിനായിട്ട് സ്തോത്രം. ഈ അപ്പത്തെ കാണുമ്പോൾ നിൻ്റെ നുറുങ്ങിയ ശരീരത്തെയും ഈ രക്തത്തെ കാണുമ്പോൾ ഞങ്ങൾക്ക് നീ തന്ന പാപമോചനത്തെയും ഞങ്ങൾ ഓർക്കുന്നു. ഈ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമായിരുന്നു നിൻ്റെ ശരീരത്തെയും ഈ രക്തം ഞങ്ങൾക്ക് വേണ്ടി എന്നേക്കുമായി അർപ്പിക്കപ്പെട്ട നിയമരക്തത്തെയും ഓർമ്മിപ്പിക്കുന്നു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ, സ്തോത്രം ചെയ്യുമ്പോൾ, ഈ അപ്പവും പാനപാത്രവും വെച്ചിരിക്കുന്ന പാത്രങ്ങൾ പിന്നെ ഹാൻഡിൽ ചെയ്യുന്നത് ആരാണ്? വ്യത്യാസം മനസ്സിലായോ? അപ്പം നമ്മളെ യേശുവിൻ്റെ രക്തത്താൽ നമ്മൾ കഴുകപ്പെട്ടു എന്ന് പറയുന്നത് ശുദ്ധീകരണം. നമ്മുടെ പാപങ്ങളെ ഇനി കർത്താവ് ഓർക്കുന്നില്ല. ദർ ഇസ് എ കണ്ടിന്യൂസ് വാഷിംഗ്. ഈ കണ്ടിന്യൂസ് വാഷിംഗ്, ഈ രക്തത്താലുള്ള കഴുകൽ, അതാണ് നമ്മുടെ ഹൃദയത്തെ പ്യൂറാക്കി വെക്കുന്നത്. നമ്മുടെ സ്വഭാവമല്ലത്, ദൈവം നമ്മളെ കഴുകുന്നത് കൊണ്ടാണ് നമ്മൾ ശുദ്ധീകരണമുള്ളവരായിട്ടിരിക്കുന്നത്. പഴയ നിയമത്തിൽ അങ്ങനെയാണ്. പഴയ നിയമത്തിൽ യാഗങ്ങളിലൂടെയാണ് അവർക്ക് താൽക്കാലിക ശുദ്ധി വന്നിരുന്നതെങ്കിൽ പുതിയ നിയമത്തിൽ എന്നേക്കുമുള്ള ഒരൊറ്റ യാഗത്തിലൂടെയാണ് അവർക്ക് ശുദ്ധി വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ശരിയാണോ? അപ്പം ഹൃദയശുദ്ധി എന്ന് പറയുന്നത് എൻ്റെ തപസ്സുകൊണ്ട് ഞാൻ നേടുന്നതല്ല, ക്രിസ്തുവിൻ്റെ മരണം കൊണ്ടും രക്തം കൊണ്ടും എനിക്ക് ലഭിക്കുന്നതാണ്. ദൈവത്തിന് മുമ്പിൽ എന്നെ കൊണ്ടു നിർത്തുന്ന ഹൃദയവിശുദ്ധി എന്ന് പറയുന്നത്. മനസ്സിലായോ? നമുക്ക് നോക്കാം അതെങ്ങനെയാണ് യേശുക്രിസ്തുവിൻ്റെ രക്തം നമ്മളെ കഴുകുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. എബ്രായ ലേഖനം, ഞാൻ ഞായറാഴ്ച പറഞ്ഞായിരുന്നു രാവിലെ എന്ന് എനിക്കൊരു ഓർമ്മയില്ല. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൽ, അല്ല 13-ാം അധ്യായത്തിൽ, എബ്രായ ലേഖനം 13:11. എബ്രായ ലേഖനം 13:11. മഹാപുരോഹിതൻ പാപപരിഹാരമായി രക്തം വിശുദ്ധ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകുന്ന മൃഗങ്ങളുടെ ഉടൽ പാളയത്തിന് പുറത്ത് വെച്ച് ചുട്ടുകളയുന്നു. അപ്പം പാളയത്തിന് പുറത്ത് എന്തുണ്ട്? മൃഗത്തിന്റെ ശരീരം. വിശുദ്ധ മന്ദിരത്തിൽ എന്തുണ്ട്? പുരോഹിതൻ ആ മൃഗത്തിന്റെ രക്തവുമായി വിശുദ്ധ മന്ദിരത്തിലേക്ക് പോയിരിക്കുന്നു. അപ്പൊ ശരീരം പാളയത്തിന് പുറത്തും രക്തം വിശുദ്ധ മന്ദിരത്തിലുമാണ്, അല്ലേ? അടുത്ത വാക്യം, യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്തുവെച്ച് കഷ്ടം അനുഭവിച്ചു. അപ്പൊ യേശുക്രിസ്തുവിന്റെ ശരീരം എവിടെ കഷ്ടം അനുഭവിക്കുന്നത്? നഗരവാതിലിന് പുറത്തു വെച്ച, അല്ലേ? എങ്ങനെയാണോ മൃഗത്തിന്റെ ഉടൽ പാളയത്തിന് പുറത്ത് കഷ്ടം അനുഭവിച്ചത്, അതുപോലെ തന്നെ യേശുക്രിസ്തുവിന്റെ ശരീരവും നഗരവാതിലിന് വെളിയിൽ കഷ്ടം അനുഭവിച്ചു. അപ്പോൾ യേശുവിൻ്റെ രക്തം എവിടെയാണ്? നമ്മൾ നോക്കുമ്പോൾ കാൽവരി ക്രൂശിൽ അർപ്പിച്ചതായിട്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നതെങ്കിലും അദൃശ്യമായ ലോകത്തിൽ, നിത്യമായ ലോകത്തിൽ യേശുക്രിസ്തു എന്ന മഹാപുരോഹിതൻ തൻ്റെ രക്തവുമായി എങ്ങോട്ട് പോയി? നമുക്ക് നോക്കാം. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം. യേശുക്രിസ്തു വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമുള്ള ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെ രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായി പ്രവേശിച്ച് എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. ഇപ്പം നമുക്ക് ഇതെങ്ങനെ കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്ത വലിപ്പവും തികവുമുള്ളൊരു കൂടാരത്തിലാണ് യേശു കർത്താവ് തൻ്റെ രക്തവുമായി പോയി എന്നേക്കുമായൊരു യാഗം അർപ്പിച്ചത്. നമുക്ക് ഈ മുറിയിൽ ഇവിടെ ഇരിക്കുമ്പം അതൊരു എക്സാമ്പിളായിട്ട് നടക്കുമെന്നറിയില്ല, നോക്കാം. ഇവിടെ ഞാൻ ജനിക്കുന്നു, ഓക്കെ? ഇവിടെ ഞാൻ ജനിക്കുന്നു, നടന്ന് അവിടെ ചെല്ലുമ്പോഴേക്കും എനിക്ക് പ്രായമാകുന്നു. ടൈം ലൈൻ എന്ന് വിചാരിച്ചോ, ഓക്കെ? മനസ്സിലായോ? അതായത് ഞാൻ ജനിച്ചു, 5 വയസ്സ്, 10 വയസ്സ്, 15 വയസ്സ്, 20 വയസ്സ്, 30 വയസ്സ്, 50 വയസ്സ്, 70 വയസ്സ്, 80 വയസ്സ്, 100 വയസ്സ്, വാതിലവിടെ എത്തിയപ്പം അതെൻ്റെ ടൈം ലൈൻ, എൻ്റെ ജീവിതത്തിൻ്റെ ടൈം ലൈനാണ്, ഓക്കെ? യേശുക്രിസ്തു എങ്ങനെയാണ് യാഗം കഴിച്ചത്? ഈ സൃഷ്ടിയിലല്ല, പിന്നെ എവിടെയാണ്? വലിപ്പവും തികവുമുള്ള ഒരു കൂടാരത്തിൽ എന്നേക്കുമായി ഒറ്റ പ്രാവശ്യം അർപ്പിച്ചു. അപ്പം നേരെ മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ യേശുക്രിസ്തുവിൻ്റെ രക്തം എനിക്ക് അർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത് 1-ാമത്തെ വയസ്സിൽ നോക്കിയാലും 100-ാമത്തെ വയസ്സിൽ നോക്കിയാലും ഈ രക്തം അർപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്ന് മാത്രമല്ല, അത് അന്ന് എങ്ങനെ അർപ്പിക്കപ്പെട്ടോ
അതേ രീതിയിൽ തന്നെ അതിപ്പോഴും ഫ്രഷാണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അത് ടൈം ഇല്ലാത്ത സ്ഥലത്താണ് അർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. എത്രയൊക്കെ മനസ്സിലായത്? ദൈവത്തിൽ എന്തില്ല? ഷാഡോ ഓഫ് ടേണിങ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനിൽ നിഴലുകളൊന്നുമില്ല. അവൻ കാലാതീതനും സമയാതീതനുമായതുകൊണ്ട്, യേശുക്രിസ്തു ഈ സൃഷ്ടിയിൽ അല്ലാതെ അത് അർപ്പിച്ചത് കൊണ്ട് എപ്പം നമ്മൾ നോക്കിയാലും ഈ രക്തം നമുക്കായി ഗുണകരമായി സംസാരിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ വാഷിംഗ് എന്ന് പറയുന്നത് എല്ലാ സമയത്തും നമ്മൾ വാഷ്ഡാണ്. കാരണം എന്താണ്? ടൈമില്ല. അതുകൊണ്ട് എബ്രായ ലേഖനം പറയുകയാണ്, ഞാൻ ഓർത്തഡോക്സ് ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ച് വളർന്ന ഒരാളാണ്. ഓർത്തഡോക്സുകാർ മരിക്കുമ്പം ഒടുക്കത്തെ ഒപ്രൂഷ്മ എന്നും പറഞ്ഞൊരു പരിപാടിയുണ്ട്. അന്ന് വരെ ചെയ്ത പാപങ്ങളെല്ലാം അച്ഛൻ ലോക്ക് ചെയ്തിട്ട് അപ്പം നുറുക്കി തന്നിട്ട് പൊക്കോളം പറഞ്ഞു വിടുന്നതിനെയാണ് ഒടുക്കത്തെ ഒപ്രൂഷ്മ എന്ന് പറയുന്നത്. ചില ആൾക്കാർ അപ്പം തിന്നാലും പോകില്ല, കുറേ നാൾ അവിടെ കിടക്കും. ആ സമയത്തെല്ലാം പാപം ചെയ്യും. അപ്പം കുറേ പാപങ്ങൾ ബാക്കി വെച്ചിട്ടാണ് ഇവരെല്ലാം പോകുന്നത്. അപ്പോൾ അതുവരെയുള്ള അച്ഛൻ പ്രാർത്ഥിച്ച് കുർബാന കൊടുത്തവരെയുള്ള പാപങ്ങൾ ക്ഷമിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞുള്ള പാപം കിടക്കുകയാണ്. അങ്ങനെയല്ലേ? അപ്പോൾ 9ാമത്തെ ദിവസം അച്ഛൻ പിന്നെ വന്ന് ഒരു കുർബാനകൾ നടത്തും. അപ്പം തീർന്നില്ലേ? തീർന്നില്ല. 40ാം ദിവസം അച്ഛൻ പിന്നെയും വരും. അപ്പോൾ തീർന്നില്ല. വർഷാവർഷം പിന്നെയും വരും. വീണ്ടും ആവർത്തിക്കും. ഇതിനകത്ത് ഒരിടത്തൊരു ഗ്യാരണ്ടി ഇല്ല. എന്ത് ഗ്യാരണ്ടി ഇല്ല? ഇത് തീർന്നോ, മതിയോ, ഇനി അർപ്പിക്കണോ? അപ്പോൾ 2000 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ആൾക്കാരുടെ പോലും ഈ കുർബാന എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ പോയോ ഇല്ലയോ എന്നോ, ഈ കുർബാന നിർത്താമെന്നോ, ഇത് നടപ്പായോന്നോ, ഇത് പെർഫെക്റ്റ് ആയെന്നോ ഒന്നും അറിയില്ലെന്ന് മാത്രമല്ല, ഇത് പെർഫെക്റ്റ് ആയില്ല, മതിയായില്ല, ഇതും കൊണ്ട് പ്രയോജനമില്ല എന്ന് വീണ്ടും ആവർത്തിക്കും തോറും അവർ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. 40ാം ദിവസം കുർബാന അർപ്പിക്കാൻ വരുമ്പോൾ അച്ഛൻ എന്താ പറയുന്നത്? 9ാം ദിവസത്തെ കുർബാന കൊണ്ടൊന്നും ആയില്ലെന്നല്ലേ പറയുന്നത്. ഈ മണ്ടത്തരം വിശ്വസിച്ചുകൊണ്ട് ഞാൻ 10-16 വർഷം ജീവിച്ചതിന് എനിക്ക് ലജ്ജ തന്നു. എല്ലാ മതവും അങ്ങനെയാണ്. ഗംഗയിൽ പോയി മുങ്ങുന്നു, പാപം പോകും. പിന്നെ വീണ്ടും ഗംഗയിൽ പോയി മുങ്ങിയ പാപം തീരും. ഇത് തന്നെ പരിപാടി എല്ലായിടത്തും. ആവർത്തിക്കപ്പെടുന്ന യാഗങ്ങളും ആവർത്തിക്കപ്പെടുന്ന പാപങ്ങളും. ഇപ്പം പെന്തിക്കോസ്തുകാർ ഏതാണ്ട് അങ്ങനെ ആയിട്ടുണ്ട്. കർത്തൃമേശ കൊടുക്കുന്നു, പാപം മോചിക്കുന്നു. കരഞ്ഞ് നിലവിളിച്ച് കർത്തൃമേശ എടുക്കുന്നു, പിന്നെയും പഴയ പോലെ ആകുന്നു. 2 ആഴ്ച കഴിയുമ്പോൾ കരഞ്ഞ് നിലവിളിച്ച് പിന്നെയും കർത്തൃമേശ എടുക്കുന്നു. സെയിം. എന്ത് വ്യത്യാസം? ഇങ്ങനൊന്നും അല്ലായിരുന്നു, ഇതിങ്ങനെ ആയതാ. ഇത് സഹിക്കാൻ പറ്റത്തില്ല എനിക്ക് ഓർത്തിട്ട്. ഇവിടെ പറയാണ്, കർത്താവ് എന്ത് ചെയ്യുന്നറിയോ? 10ാം അധ്യായത്തിൻ്റെ എബ്രായർ 10:14 പറയുന്നു, ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും. അപ്പോൾ ആരെല്ലാം അവനെ നോക്കുന്നോ അവരെപ്പോഴും വാഷ്ഡാണ്. കാരണം എന്താണ്? ഹാബേൽ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ രക്തം ഒരിക്കലായി നമുക്ക് എന്നേക്കുമായി അർപ്പിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഇവിടുത്തെ പാസ്റ്റർമാർ ഇപ്പോഴും ചിന്തിക്കുന്നത് ഈ രക്തം ഇവരുടെ കയ്യിൽ കൊടുത്തേക്ക് വന്ന അവരിത് ഊടുപാടെ കൊണ്ടുവന്ന് മുദ്രയിടുന്നുണ്ട്. അവിടെ മുദ്രയിടുന്നു, ഇവിടെ മുദ്രയിടുന്നു. ഞങ്ങളുടെ വസ്തുക്കളെ, പട്ടിയെയും പൂച്ചയും എല്ലാം യേശുവിൻ്റെ രക്തക്കോട്ടയ്ക്കുള്ളിൽ. നിങ്ങളുടെ ഈ ലോകത്തെ സമ്പത്ത് സംരക്ഷിക്കാൻ വേണ്ടി അല്ല യേശുക്രിസ്തു രക്തം ചൊരിഞ്ഞത്. മക്കളെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ വേണ്ടിയാണ്. അത് കർത്താവെന്ന മഹാപുരോഹിതനല്ലാതെ ആർക്കും അത് തൊടാൻ അവകാശമില്ല. That is offered once for all in the holy temple, which was not part of this creation. എവിടെയെങ്കിലും ഒരു ഭൂതം ഇളകിയാൽ എല്ലാവർക്കും പേടിയാണ്. എല്ലാവരും ഒരു രക്തത്തിൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കും. രക്തത്തിൽ മുദ്രയിട്ട്, എൻ്റെ ദൈവമേ എനിക്ക് ഇതൊക്കെ ഓൾറെഡി കർത്താവ് ഇട്ടേക്കുന്നതാണ്. നിങ്ങൾ ഇതിനകത്ത് പോയി ഇതെന്ന് ഈ പഴയ നിയമത്തിലെ കാളക്കുട്ടിയുടെ രക്തം കൊണ്ട് ഈ കട്ടളപ്പടിയിൽ ഇട്ടതിൻ്റെ ഓർമ്മയിൽ ഇത് ഒരു പാസ്റ്റർ പ്രാർത്ഥിച്ചാണ് സ്കൂട്ടർ പ്രതിഷ്ഠിക്കാൻ. എന്തൊക്കെ പ്രതിഷ്ഠിച്ചു വെച്ചു. സ്കൂട്ടർ പ്രതിഷ്ഠിക്കാൻ കൊണ്ടുപോയതാ. പാസ്റ്റർ പ്രാർത്ഥിച്ച് കൺട്രോൾ പോയി. പാസ്റ്റർ പറഞ്ഞു, ഈ സ്കൂട്ടറിൻ്റെ എൻജിനെയും ഗിയർ ബോക്സിനെയും യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ മുദ്രയിടുന്നു. എനിക്കറിയാവുന്ന പാസ്റ്റർ, എനിക്കറിയാവുന്ന സ്കൂട്ടറുമാണ്. ഈ ജീവനില്ലാത്ത അചേതനമായ വസ്തുക്കളെ വിശുദ്ധീകരിക്കാൻ പറ്റിയല്ല. ജീവനുള്ള ആത്മാവുള്ളതിന് മാത്രമേ വിശുദ്ധി എന്ന് പറയുന്നൊരു ഫാക്കൽറ്റി ഉള്ളൂ. വിശുദ്ധി എന്ന് പറയുന്നത്, ഇനി ആ വിശുദ്ധി എന്ന് പറയുന്നത് എന്താ സാധനം എന്ന് നമുക്ക് മനസ്സിലായി. പ്യൂരിറ്റി ഓഫ് ഹാർട്ട് എന്ന് പറയുന്നത് എന്താണ് നമ്മൾ മനസ്സിലാക്കണമല്ലോ.
ഞാൻ ഈ ശുദ്ധിയുടെ കാര്യം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നല്ലേ, യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ. അപ്പോൾ നമ്മൾ ശുദ്ധരാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദ ഫാദർ ഓൾവേസ് സീസ് us as washed by the blood of the Lord. കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. അനുദിനം. ആ പാട്ട് ശരിക്കും തിയോളജിക്കലി ഒരു എന്താ പറയുക, ചില കോൺട്രവേഴ്സീസ് ഒക്കെ ഉണ്ടെങ്കിലും അതൊരു സിസ്റ്റമാറ്റിക്കലി എഴുതിയൊരു പാട്ടാണ്. നിങ്ങൾക്കറിയാം പാട്ട്? ശുദ്ധിക്കായി നീ യേശു സമീപേ പോയോ കുളിച്ചോ കുഞ്ഞ്. അപ്പം ശുദ്ധിക്കായി എങ്ങോട്ട് പോകണം? യേശുവിൻ്റെ സമീപേ പോകണം. അപ്പം നമ്മൾ ചിന്തിക്കുന്ന ശുദ്ധിക്കായി എന്ത് ചെയ്യണം? നമ്മൾ കുറച്ച് നേരം പ്രാർത്ഥിക്കണം, കുറച്ച് നേരം നല്ല ചിന്തകൾ, കുറച്ച് ബൈബിൾ വായിക്കണം, പിന്നെ നമ്മൾ പ്രയത്നിച്ച് ശുദ്ധമായിട്ട് ജീവിക്കണം. നടക്കത്തില്ല. മനുഷ്യൻ്റെ മനസ്സിന് അങ്ങനെ ശുദ്ധമാകാൻ പറ്റിയില്ല. ശുദ്ധിക്കായി നീ യേശു സമീപേ പോയോ കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. പിന്നെ അനുദിനം നീ രക്ഷകൻ പക്ഷത്താണ് നടക്കുന്നത്. അടുത്ത ചോദ്യം, പിന്നെ കർത്തൻ വരവിൽ നിന്റെ അങ്കി ശുദ്ധമായി കാണുമോ എന്ന ചോദ്യം. ഇതെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. നീ കുളിച്ചോ, നീ വാഷ്ഡാണോ, നീ അനുദിനം കർത്താവിൻ്റെ പക്ഷത്താണ് നടക്കുന്നത്, നീ കർത്താവിൻ്റെ അടുത്ത് കാണുമോ? ഇതൊന്നും ഇല്ലയെന്നാണ് നിങ്ങളുടെ ഉള്ളം പറയുന്നെങ്കിൽ, പാപക്കാരായിട്ട് അങ്കി നീ നീക്കി കുളിക്കാ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. ഈ കുളിക്കുക എന്ന് പറയുന്നതൊക്കെ ഒരു പദ്യത്തിൻ്റെ പ്രയോഗമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ വാഷ്ഡ് ബൈ ദ ബ്ലഡ് സോ ദാറ്റ് എവറി ഇംപ്യൂരിറ്റി ഈസ് റിമൂവ്ഡ്. അതാണ് നമ്മൾ ബൈബിളിൽ കാണുന്നത്. നമ്മുടെ പ്യൂരിറ്റി അങ്ങനെ വരുന്നതാണ്. അങ്ങനെ നമുക്ക് പിതാവിൻ്റെ അടുക്കൽ ആക്സസ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ദൈവത്തെ കാണാൻ പറ്റുന്നത്. അതാണ് എബ്രായർ 10:19. പ്രിയ സഹോദരങ്ങളെ, ഈ റോമാലേഖനവും എബ്രായ ലേഖനവും നമ്മുടെ വിശ്വാസത്തിൻ്റെ നെടും തൂണുകളാണ് എന്ന് പറയേണ്ടി വരും. കാരണം നീതീകരണത്തെക്കുറിച്ചും വിശുദ്ധീകരണത്തെക്കുറിച്ചുമുള്ള ഏറ്റവും വിശദമായ പഠനങ്ങളാണ്. അത് അവഗണിക്കരുത് എന്ന് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, എന്താണ് 10:19 പറയുന്നത്? അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദേവാലയത്തിൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയത്തിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചൊല്ലുക. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ദൈവമക്കളെ, നിങ്ങൾ വിചാരിക്കും ദൈവമക്കളെ എന്ന് വിളിക്കുന്ന നിങ്ങളെയും ദൈവദാസന്മാരെന്ന് വിളിക്കുന്ന പാസ്റ്റർമാരെന്നാ. അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ദൈവമക്കളാണ്. അല്ലേ? നിങ്ങൾ ദൈവമക്കളായിരിക്കും, ഞാൻ ദൈവമകനല്ലേ? അത് ഭയങ്കര കഷ്ടമായി പോലെ. അതുകൊണ്ട് ദൈവമക്കളെ, ഏത് സമയത്തും നിങ്ങൾ എത്ര ദൂരെ പോയവരായാലും, നിങ്ങൾക്ക് ഇന്ന് കർത്താവിന് ഒത്തിരി ദൂരെ പോയി ഞാൻ എന്ന് തോന്നുന്നുണ്ടെങ്കിലും, ഒരൊറ്റ തിരശീലയ്ക്കപ്പുറത്ത് കർത്താവ് നിങ്ങൾക്കായിട്ട് കാത്തിരിപ്പുണ്ട്. ആ തിരശീല നമ്മുടെ ഹൃദയത്തിലെ കളങ്കങ്ങൾ തന്നെയാണ്. അതായത് നമ്മുടെ ഈ തിരശീല എന്ന് പറയുന്നത് നമ്മുടെ ദുർമനസാക്ഷിയാണ്. ഇതവിടെ ഇതാ പറഞ്ഞത്. ഈ ദുർമനസാക്ഷി നീങ്ങിയാൽ നമ്മൾ നേരെ പിതാവിൻ്റെ മടിയിലാണ് ഇരിക്കുന്നത്. വാഷ്ഡ് ആൻഡ് ക്ലീൻ. എന്താ ഈ ദുർമനസാക്ഷി? യൂദായ്ക്ക് പറ്റിയതാണ് ദുർമനസാക്ഷി. പത്രോസും യൂദായും ഞാൻ നോക്കിയിട്ട് ഒരേ തെറ്റാ ചെയ്തത്, അല്ലേ? പത്രോസിനെ പേടിച്ച ചെയ്തത്, യൂദ സ്വാർത്ഥത കൊണ്ടാണ് ചെയ്തത്. രണ്ടും പാപമാണ്. പക്ഷെ ചെയ്തത് ഒരു പ്രവൃത്തി തന്നെയായിരുന്നു. എന്തോ? യേശുവിനെ ഒറ്റിക്കൊടുക്കുക. ഒരാൾ നിഷേധത്തിലൂടെയും ഒരാൾ നിഷ്കാസനത്തിലൂടെയും ഒറ്റിക്കൊടുത്തു. പക്ഷേ യൂദായ്ക്ക് ഒരു ദുർമനസാക്ഷി ഉണ്ടായിരുന്നു. യൂദ ചിന്തിച്ചു, ഇനി എന്നോട് ആരും ക്ഷമിക്കാൻ പോകുന്നില്ല, ഞാൻ പോയി കട്ട്. യൂദ നേരെ പോയി കെട്ടിച്ചു തൂങ്ങി ചത്തു. He was driven away from the presence of the Lord. എന്നാൽ ദുർമനസാക്ഷി നീങ്ങിയാൽ നമ്മൾക്ക് കർത്താവിൻ്റെ അടുത്ത് വന്നിട്ട് ഒറ്റ കരച്ചിൽ കരയാം. പത്രോസ് കരഞ്ഞ പോലെ, കർത്താവേ, ഞാൻ എന്ത് ചെയ്താലും നീ എന്നെ പിന്നെ സ്നേഹിക്കുന്നുണ്ട്, പിന്നെ ആ ഡോർ തുറന്നു കിടക്കുന്നത് കൊണ്ട്, എൻ്റെ അകൃത്യങ്ങളെയും പാപങ്ങളെയും നീ ഓർക്കാത്തത് കൊണ്ട്, എന്നോട് ക്ഷമിക്കാൻ നിൻ്റെ രക്തം ഇപ്പോഴും അവിടെ ഉള്ളത് കൊണ്ട്, നീ എന്നെ ഈ ലോകത്തിൽ ഏത് പിതാവ് അവൻ്റെ മകനെ സ്നേഹിക്കുന്നേക്കാളും, ഒരു അമ്മ തൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കുന്നേക്കാളും നീ എന്നെ സ്നേഹിക്കുന്നുണ്ട്, ഒരിക്കലും കൈവിടില്ല എന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട്, എന്നിട്ടും ഞാൻ നിനക്കെതിരെ ദോഷം ചെയ്തു കർത്താവേ എന്ന് പറഞ്ഞ് പോയി കെട്ടിപ്പിടിക്കാം, കരയാം, നിലവിളിക്കാം. കാരണം ദ ഡോർ ഈസ് ഓപ്പൺ ഫോർ എവ്രി വൺ ഹൂ പുട്ട്സ് ഹിസ് ട്രസ്റ്റ് ഇൻ ക്രൈസ്റ്റ്. ഓക്കെ ആണോ? യു അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ പ്യൂരിറ്റി ഓഫ് ഹാർട്ട് എന്ന് പറയുന്നത് ദൈവം നമ്മളിൽ ചെയ്യുന്ന പ്രവൃത്തിയാണ്. ആ ഹൃദയശുദ്ധി കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ദൈവത്തെ
കാണുന്നു. ഇനി നമുക്ക് ആ കരുണ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ദൈവത്തിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഈ കരുണ മാത്രമല്ല. ഇപ്പം നമ്മൾ ഒരുവിധം എല്ലാ ഗുണങ്ങളും ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് വളരെ സ്പീഡിൽ പോകാം. നമുക്കതിനു വേണ്ടി എഫേസ്യ ലേഖനം 3-ന്റെ 20-ാമത്തെ വാക്യം 20-ാമത്തെ വാക്യം എന്ന് വെച്ചാൽ പെന്തക്കോസ്തുകാർക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വാക്യം അത്. എന്നാൽ നാം ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. എന്ത് ഇഷ്ടമുള്ള വാക്യം എന്നറിയാമോ? ആണോ? നിങ്ങൾക്ക് ഇഷ്ടമാണോ ഈ വാക്യം? ഞങ്ങൾക്ക് പിന്നെ എല്ലാ വാക്യം ഇഷ്ടമാണ് പാസ്റ്റർ, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇത് പ്രത്യേക ഒരു ഇഷ്ടമില്ല ഈ വാക്യത്തോട്. ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തം പരമായി. പക്ഷേ പ്രശ്നം എന്താ? ഈ ചോദിച്ചത് എന്താന്ന് നോക്കുമ്പോഴാണ് പ്രശ്നം. 16-ാം വാക്യം തൊട്ട് ചോദ്യമാണ്. 16, 17, 18, 19 4 വാക്യങ്ങളിൽ ചോദിച്ച ശേഷമാണ് പറയുന്നത് ഈ ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ തരുന്ന ദൈവമാണ്. എന്തൊക്കെയാണ് ചോദിച്ചെന്നറിയോ? എൻ്റെ കർത്താവേ എനിക്കൊരു ചെറിയ വീട് തരണമേ. അപ്പോൾ കർത്താവ് വലിയൊരു വീട് വന്നു. ചോദിക്കുന്നതിന് നിനയ്ക്കുന്നതിൽ അത്യന്തം പരമായി. അപ്പോൾ പ്രാർത്ഥന 1. പ്രാർത്ഥന 2, കർത്താവേ എൻ്റെ മക്കൾക്ക് നല്ലൊരു പാസ് കൊടുക്കണേ. റാങ്ക് കൊടുത്തു. ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും എന്തൊക്കെ ചോദിച്ചു നോക്കി. ഇതൊക്കെ തന്നെയാണോ എന്ന് നോക്കി. 16-ാം വാക്യം, അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്ത ക്രിസ്തുവിന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം. അപ്പൊ നമ്മൾ വിശുദ്ധരാക്കാൻ പോകട്ടോ. ഈ 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥന നമ്മൾ ശ്രദ്ധിച്ചാൽ അത് വിശുദ്ധീകരണത്തിലുള്ള പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയോട് കൂടിയാണ് വിശുദ്ധീകരണം എന്താണെന്നും എങ്ങനെയാണെന്നുള്ള പഠിപ്പിക്കൽ ഈ അപ്പോസ്തല ലേഖനങ്ങളിൽ തുടങ്ങുന്നത്. ഓക്കെ. തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ സംബന്ധിച്ച് നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് അവന്റെ ആത്മാവിനാൽ നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും. അപ്പൊ മതി. പ്രയർ നമ്പർ 1 എന്താണ്? ക്രിസ്തുവിന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം. എന്താണ് ഈ ക്രിസ്തുവിന്റെ മഹത്വവും ലോകത്തിന്റെ മഹത്വവും തമ്മിലുള്ള വ്യത്യാസം? എന്നോട് ഞാനൊരു ദിവസം ഒരു വീട്ടിൽ ചെന്നിരുന്നപ്പോൾ അവർ പ്രാർത്ഥിക്കുന്നത് ഞാനിങ്ങനെ കേട്ടു. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ആ പ്രാർത്ഥന. കർത്താവേ, ഞങ്ങൾ നിൻ്റെ നാമം വിളിച്ച് അപേക്ഷിച്ചിറങ്ങിയവരാണ്. നീ ഞങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ നിൻ്റെ നാമം ഈ ദേശത്ത് മാനിക്കപ്പെടും. കേട്ടിട്ടുണ്ടോ ഈ പ്രാർത്ഥന? ഞങ്ങളൊന്നുമില്ലാതെ തേരാപ്പാര തെണ്ടി നടന്നാൽ കർത്താവേ നിനക്ക് എന്തുള്ളൂ ഒരു ഗ്ലോറി. നീ ഞങ്ങളെ മുതലാളിയാക്കിയാൽ എല്ലാവരും പറയും, കണ്ടോ കർത്താവിനെ അനുഗമിച്ചവൻ. ഞാൻ അവരോട് പറഞ്ഞു, എൻ്റെ സഹോദരങ്ങളെ, കർത്താവിന് ലോകത്തിൻ്റെ ഗ്ലോറി നിങ്ങൾ അടിച്ചു മാറ്റുമ്പം ഒരു പ്രത്യേക ഇൻട്രസ്റ്റും ഇല്ല. അവൻ പുത്രൻ്റെ സ്വഭാവം നിങ്ങൾ കാണുമ്പോൾ മാത്രമാണ് അവന് മഹത്വം ഉണ്ടാകുന്നത്. ദാരിദ്ര്യത്തിലും സമ്പത്തിലും കർത്താവെ നീ മാത്രം മതി എനിക്ക് എന്നുള്ളത് പറയുമ്പോൾ കർത്താവ് പറയാം, അതെ അവൻ ഏറ്റവും വിലയുള്ളത് ഞാനാണ്. ദാറ്റ് ഈസ് ഗ്ലോറിഫൈയിങ് ഗോഡ്, വർഷിപ്പിംഗ് ഹിം. ജോൺ പൈപ്പർ എന്ന് പറഞ്ഞ ഒരാൾ, നിങ്ങൾ അവരുടെ പ്രസംഗം കേൾക്കുന്നത് വളരെ നല്ലതാണ്. പോൾ വാഷർ, ജോൺ പൈപ്പർ. ഐ റെക്കമെൻഡ് യു ടു ലിസൺ ടു ദെയർ സെർമൺസ്. ജോൺ പൈപ്പർ ഒരിക്കൽ പറഞ്ഞിങ്ങനെയാണ്, the Lord is most glorified when we are totally satisfied in him. നമ്മൾ കർത്താവിനെയും കൊണ്ട് നമ്മൾ തൃപ്തരാണ്. വേറൊന്നും നമ്മൾ കർത്താവെ നീ മാത്രം മതി എന്ന് ചുമ്മാ പാട്ട് പാടിയാൽ പോരാ. അങ്ങനെ ശരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും നമ്മൾ പ്രഷ്യസ് ആയിട്ട് കാണുന്നത് കർത്താവാണെങ്കിൽ വി ആർ ഗ്ലോറിഫൈയിങ് ഹിം, വി ആർ വർഷിപ്പിംഗ് ഹിം. പക്ഷെ നമ്മുടെ ഈ വർഷിപ്പ് സർവീസുകളുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യഥാർത്ഥത്തിൽ വർഷിപ്പ് ചെയ്യുന്ന ആരെയെന്നറിയാമോ? ആരെയാ? ദൈവത്തെ അല്ല. ഞാൻ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. എന്നോടൊരാൾ ചോദിച്ചു, ഇന്ത്യയിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ദൈവങ്ങൾ ആരൊക്കെയാണ്? ഞാൻ പറഞ്ഞു ദേവന്മാർ. ഞാൻ പറഞ്ഞു ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ദേവിമാർ, ഒന്ന് ലക്ഷ്മി, മറ്റൊന്ന് സരസ്വതിയാണെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിച്ച് അതെന്താ അങ്ങനെ പറഞ്ഞത്? ലക്ഷ്മി എന്ന് പറയുന്ന സമ്പത്ത്, സരസ്വതി എന്ന് പറയുന്ന വിദ്യാഭ്യാസം. അപ്പോൾ അതെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചെറിയൊരു ഇല്ലസ്ട്രേഷൻ പറഞ്ഞു. ഇപ്പോൾ ഒരു കല്യാണം ആലോചിക്കാന്നിരിക്കട്ടെ, ആദ്യം നിങ്ങൾ നോക്കുന്നത് സമ്പത്ത് അവർക്ക് എങ്ങനെ ഉണ്ടെന്നാണ്. നല്ല കുടുംബമാണോ, ക്യാഷുണ്ടോ? അപ്പോൾ ഇഷ്ടം പോലെ കാശുണ്ട്, അപ്പോൾ ലക്ഷ്മി ദേവി ഈസ് ഹാപ്പി. അടുത്തത് എന്തുണ്ട്? വിദ്യാഭ്യാസം. കുട്ടി MBA കഴിഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ലക്ഷ്മി ഇത്തിരി ഹാപ്പി അല്ലെങ്കിലും കുഴപ്പമില്ല, ലക്ഷ്മി മന്ത്ലി സാലറി ആയിട്ട് വന്നോളും, വിദ്യാഭ്യാസമുണ്ട്. അപ്പോൾ സരസ്വതി ഈസ് ഹാപ്പി.
പിന്നെ ഒരു ചോദ്യം കൂടിയുണ്ട്, നമ്മുടെ കൂട്ടരാണോ? ആ, നമ്മുടെ കൂട്ടർ തന്നെ. അപ്പം കുലദൈവങ്ങളും ഹാപ്പി. ഇപ്പം കല്യാണം ദൈവാലോചനയാ ബ്രദറെ. ഏതാ ദൈവങ്ങളേതാ? ദൈവങ്ങളേതാ? നിങ്ങൾ എന്നെ വെള്ളം കുടിപ്പിക്കുമോ, ഞാൻ നിങ്ങളെ വെള്ളം കുടിപ്പിക്കും? നമ്മുടെ ദൈവങ്ങൾ ഏതാ? എന്താ പറയുക, കർത്താവേ, ദൈവാലോചന പ്രകാരം ഒരു കല്യാണം ഞങ്ങൾക്ക് കിട്ടി. അപ്പോൾ ദൈവങ്ങൾ ആരാ? നിങ്ങൾ പിന്നെ ഇരുന്ന് കാൽക്കുലേറ്റ് ചെയ്തോ. ഇനി ഞങ്ങൾക്കൊരു പ്രശ്നമുണ്ട്, 5 പൈസ കയ്യിലില്ല. ഖാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കി ഇന്ന് ഇവിടെ വന്ന് ഞങ്ങൾക്ക് കുറേ വീഞ്ഞ് സംഘടിപ്പിച്ച് തരണം എന്ന് പറഞ്ഞാൽ, കാര്യം നടത്താൻ, ലക്ഷ്മിയെ കൊണ്ടുതരാൻ, സരസ്വതിയെ കൊണ്ടുതരാൻ, യഥാർത്ഥത്തിൽ നമ്മൾ എന്തിനെയാണോ ട്രഷർ ചെയ്യുന്നത് അതിനെ കൊണ്ടുതരുന്ന ഒരാൾ മാത്രമാണ് ദൈവം. ദൈവത്തോടുള്ള നന്ദി എന്നാണെന്നറിയോ? ഇത്രയും ലക്ഷ്മി കടാക്ഷം ഞങ്ങൾക്ക് തന്നതിനായിട്ട് സ്തോത്രം. വെൻ വി ആർ താങ്കിങ് ഗോഡ് ഫോർ ദ എർത്തിലി ബ്ലെസ്സിങ്സ് എലോൺ, അനുദിനാഹാരത്തിന് നന്ദി പറയുന്നതല്ല ഇത്. ഈ ലോകത്തിൻ്റെ ഗ്ലോറിക്ക് വേണ്ടി നന്ദി പറയുമ്പോൾ ഞാൻ കർത്താവിനോട് പറയുന്ന, കർത്താവെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, കർത്താവെ ഒത്തിരി സ്നേഹിക്കുന്നു. എന്തുകൊണ്ടാണ്? നീ എനിക്ക് ഇഷ്ടം പോലെ ലക്ഷ്മിയും സരസ്വതിയും തന്നു, ലോകത്തിൽ മാന്യത തന്നു, താങ്ക് യു. അപ്പോൾ ആരെയാണ് നമുക്ക് വേണ്ടത്? ആരെയാണ് വർഷിപ്പ് ചെയ്തത്? ഏത് വ്യവസ്ഥിതിയെയാണ് നമ്മൾ ഉയർത്തിയത്? ലോകത്തിൻ്റെ വ്യവസ്ഥിതി എത്ര മനോഹരം! ഇവിടെ സമ്പാദിക്കുന്ന ഡോളറുകൾ, ദിർഹങ്ങൾ, രൂപകൾ എത്ര മനോഹരം! അത് തന്ന ദൈവം എത്ര വിശ്വസ്തൻ! ദിസ് ഈസ് ഐഡോലാട്രി. അതുകൊണ്ടാണ് ധനമോഹം, വിഗ്രഹാരാധന എന്ന് പറയുന്നത്. നിങ്ങളുടെ പിള്ളേരെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ നിങ്ങൾ കാണുന്നത് മുഴുവൻ വിഗ്രഹങ്ങളാണ്. ദാറ്റ്സ് ദ ഹൊറിബിൾ സിൻ ദാറ്റ്സ് ഇൻഗ്രെയിൻഡ് ഇൻ അവർ സോൾ. സന്തോഷമായി എല്ലാവർക്കും? നമ്മൾ ആദ്യം തൊട്ട് തുടങ്ങേണ്ടിയിരിക്കുന്നു. അപ്പോൾ എന്താണ് ഈ വിശുദ്ധീകരണം എന്ന് പറയുന്നത്? ഈ ശൂന്യമായ പാത്രം. ഇപ്പം നമ്മുടെ ഉള്ളിൽ ഒത്തിരി ഫിൽത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ രക്തം നമ്മളെ കഴുകി. ഇനി ഒരു വലിയ സംഭവം നടക്കാൻ പോവാണ്. ക്രിസ്തുവിൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടാൻ പോവാണ്. ഈ പുറമേയുള്ള മനുഷ്യൻ്റെ പുറകെ ഓടുന്നൊക്കെ നിർത്തി. നിങ്ങൾ നിർത്തിയില്ല ഇന്ന് രാത്രിയോടെ? അകത്തെ മനുഷ്യന് വേണ്ടിയാണെങ്കിൽ, അതായത് എന്നെ ഒരാൾ തല്ലിയാലും അയാളോട് സ്നേഹം തോന്നണം. അതാണ് ഈ അകത്തെ മനുഷ്യൻ്റെ ശക്തി എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു മനുഷ്യനെ തല്ലുകയാണെങ്കിൽ അവനോട് 2 പൊട്ടിക്കണം, അവനെ കേസ് കൊടുക്കണം വിചാരിക്കുന്ന പുറത്തെ മനുഷ്യൻ്റെ ശക്തിയും, എന്താ സഹോദര, എന്താ എന്നോടുള്ള വിഷമം, ഞാൻ എന്തെങ്കിലും ചെയ്ത് തെറ്റിപ്പോയെങ്കിൽ എന്നോട് ക്ഷമിക്കണം എന്ന് പറയുന്ന അകത്തെ മനുഷ്യൻ്റെ ശക്തിയുമാണ്. ഈ അകത്തെ മനുഷ്യന് ശക്തി ഉണ്ടായാൽ മാത്രമേ, ആ ശക്തി വരുന്നത് ലോകത്തിൽ നിന്നല്ല, ആത്മാവിനാൽ. അപ്പൊ ആത്മാവിനെ പ്രാപിച്ചാൽ എന്ത് സംഭവിക്കും? അന്യഭാഷ പറയും. നോ, അതല്ല ആത്മാവിൻ്റെ ഉദ്ദേശം. ആത്മാവിൻ്റെ ഉദ്ദേശം ക്രിസ്തുവിൻ്റെ സ്വഭാവത്തെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ നിറച്ച് 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 കൊണ്ടുവരാൻ വേണ്ടിയാണ്. പതുക്കെ പതുക്കെ കർത്താവിൻ്റെ സ്വഭാവമുള്ളവരാക്കി നമ്മളെ മാറ്റുന്ന ഈ പരിപാടിയാണ് വിശുദ്ധീകരണം എന്ന് പറയുന്നത്. അതായത് വി ആർ ഫിൽഡ് വിത്ത് ദ നേച്ചർ ഓഫ് ക്രൈസ്റ്റ്. അടുത്ത വാക്യം എന്താ നോക്കിയേ? വിശ്വാസത്താൽ ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും. പ്രാർത്ഥിക്കുന്ന അങ്ങനെ. അപ്പം ഇതിനെക്കുറിച്ച് ഒത്തിരി വിശദമായിട്ട് നമ്മുടെ എഫേസ്യ ലേഖനത്തിലൊക്കെ കമൻ്ററി യൂട്യൂബിലുണ്ട്. ഓക്കെ, വിശ്വാസത്താൽ ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നമ്മൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനമുള്ളവരായി നീളവും ഉയരവും വീതിയും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിക്കേണ്ടതിനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയേണ്ടതിനും ദൈവത്തിന്റെ എല്ലാ നിറവിനാലും നിറഞ്ഞു വരണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇത്രയും പ്രാർത്ഥന പ്രാർത്ഥിച്ച ശേഷമാണ് പറയുന്നത്, എന്നാൽ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി. അപ്പോൾ ഇവിടെ ഒരു പ്രധാന കാര്യം കൂടെ വിശുദ്ധീകരണത്തെക്കുറിച്ച് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. അത് സ്നേഹത്തിൻ്റെ ബൗണ്ടറീസ് ക്രോസ് ചെയ്യുന്നതിനെക്കുറിച്ചാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാന തത്വം, ഈ ലോകത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട തത്വം എന്ന് പറയുന്നത് രസമാണ്. നമ്മൾ ചോറിനൊഴിക്കുന്ന രസം എന്ന ചാറല്ല, എൻജോയ്മെൻറ്റ്, അതല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ്, അല്ലെങ്കിൽ നമ്മൾ ആഹാരം കഴിക്കാൻ പോകുന്നത് എന്തിനാ? വിശപ്പ് മാറാൻ പോകുന്നതാണോ? എൻ്റർടൈൻമെൻ്റ് ആണോ? എൻ്റർടൈൻമെൻറ്റാ. ആ ഹോട്ടലിൽ നോക്കിയാലോ ഈ ഹോട്ടലിൽ നോക്കിയാലോ
അവിടുത്തെ ഇതിന് ഇത്ര ടേസ്റ്റ്, ഇവിടുത്തെ ഇതെന്താ, നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന ഫോഴ്സ് എന്താ? ഞാൻ ആഹാരം തെറ്റാന്നല്ല കേട്ടോ പറയുന്നത്, രസം. ഒരു സഭയ്ക്കകത്ത് രണ്ടുപേര് തമ്മിൽ നല്ല കൂട്ടായ്മയുണ്ട്, ബാക്കി ആൾക്കാരൊന്നും ഇവർക്ക് ഇഷ്ടമില്ല. അതെന്തുകൊണ്ടാണ്? അവരോട് സംസാരിക്കുമ്പോഴേ രസമുള്ളൂ. നിങ്ങളെന്താ അവരോട് സംസാരിക്കാത്ത? അയാളോട് സംസാരിച്ചാൽ നിർത്തത്തില്ലെന്നേ, മടുപ്പാ. അതുകൊണ്ട് അയാളെ കാണുമ്പോൾ മുങ്ങും. അപ്പം നമ്മൾ ഒരാളോട് സംസാരിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? രസം വേണം. ഒരു പ്രസംഗം കേൾക്കുമ്പോൾ ഉറങ്ങാതിരിക്കണമെങ്കിൽ പാസ്റ്റർ എന്ത് ചെയ്യണം? കോമഡി പറയണം. രസമില്ലെങ്കിൽ നമുക്ക് പരിപാടിയായിട്ട് യാതൊരു യോജിപ്പില്ല. വർഷിപ്പിന് നമ്മൾ പോയി കൈയടിക്കണമെങ്കിൽ പോലും രസം, ഇന്നത്തെ പാട്ട് ഒരു രസമില്ലായിരുന്നു. എല്ലാ രസം ഉണ്ടെങ്കിലേ ചെയ്യുള്ളൂ. നമ്മുടെ ജീവിതം മുഴുവൻ, എന്നോട് ഒരു ഭാര്യ ഒരു സമയത്ത് പറഞ്ഞാണ്, കൗൺസിലിങ്ങിന് പറഞ്ഞാണ്, അയാളുടെ കൂടെ ജീവിക്കാൻ ഞാൻ കംഫർട്ടബിൾ അല്ല ബ്രദർ, ഒരു രസവും ഇല്ല എന്ന് പറഞ്ഞാൽ കംഫർട്ടബിൾ അല്ല. നിങ്ങൾക്കറിയാം, 100 ഡൈവോഴ്സ് നടക്കുമ്പോൾ 65% ലേഡീസാണ് പറയുന്നത് വി വാണ്ട് ഡൈവോഴ്സ്. നേരത്തെ ആണുങ്ങളായിരുന്നു കല്യാണം കഴിച്ച് 2 പിള്ളേരാകുമ്പോൾ വിട്ടിട്ട് പോകുന്നത്. പഴയ കഥകളൊക്കെ അങ്ങനെയാണ്. പുതിയ കഥകൾ വന്നിരിക്കുകയാണ്. സഹോദരിമാരാണ് മടുത്തിട്ട് പോകുന്നത്. കാരണം ഇവരാലോചിക്കുമ്പോൾ കാശ് കൂടുതൽ ഇവരാണ് സമ്പാദിക്കുന്നത്. ഇപ്പം അങ്ങനെ ആയി. ആണുങ്ങൾ ഉഴപ്പി നടന്ന് ജോലിയും ചെയ്യാതെ, പഠിക്കാതെ, ക്രിക്കറ്റും കളിച്ചും മൊബൈൽ ഫോൺ വിറ്റും പിന്നെ ഇത്തിരി ലഹരിയൊക്കെ അടിച്ചും ഇങ്ങനെ റോട്ടിൽ കൂടെ നടക്കുമ്പോൾ പെൺപിള്ളേർ വീട്ടിലിരുന്ന് കുത്തിയിരുന്ന് പഠിച്ച് റാങ്കും ജോലിയും എല്ലാം തന്നെ ഇവരെ ജോലി കയറ്റിയാൽ ഈ എംപ്ലോയേഴ്സിനും വലിയ തലവേദനയില്ല. അവർ കുത്തിയിരുന്ന് അധ്വാനിച്ചോളും. അപ്പോൾ പതുക്കെ സ്ത്രീകൾക്ക് സാലറി കൂടുതൽ കിട്ടാൻ തുടങ്ങി, പുരുഷന്മാരുടെ സാലറി കുറഞ്ഞു. ആ സഹോദരന്മാരെ, മക്കളെ നിങ്ങൾ നോക്കിക്കോ, ഇത് വലിയ റോങ് വേയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കാര്യം പോക്കാണ് ഈ ഒരു ജനറേഷൻ. ഇവരെ ഈ സഹോദരിമാർ ഇതെല്ലാം മുന്നിൽ ഓടി കയറിയിട്ട് അവർ ചിന്തിക്കുമ്പം ഞങ്ങൾ കാശുണ്ടാക്കി ജീവിക്കുന്നു, ഈ പറയുന്ന പുള്ളി ഭരിക്കാൻ വേണ്ടി മാത്രം ഒരു ഭർത്താവ്, അയാളുടെ വസ്ത്രം അലക്കി അയനം ചെയ്ത് കൊടുത്ത് പ്രസാദിപ്പിച്ച് അയാളുടെ വായിരിക്കുന്ന ചീത്തയും കേട്ട് അയാൾക്ക് ഫുഡും കൊടുത്ത് എന്തിനാണ് ഇങ്ങനൊരു ഭർത്താവെന്ന് പെൺപിള്ളേർ ചിന്തിക്കാൻ തുടങ്ങിയേക്കുവാണ്. ഇന്ന് 10 പിള്ളേരോട് ചോദിച്ചാൽ 5 പേർക്കും കല്യാണം കഴിക്കണ്ട. ഇനി കുറേ നാൾ കഴിയുമ്പോൾ ഞാൻ ഒരു പരസ്യം മനോരമയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളെ നോക്കാൻ അറിയാവുന്ന, പാചകം അറിയാവുന്ന ആൺകുട്ടികളുടെ മാതാപിതാക്കളിൽ നിന്നും 6 ശമ്പളം വാങ്ങിക്കുന്ന പെൺകുട്ടികൾ വിവാഹാലോചനകൾ ക്ഷണിക്കുന്നു. ഒരുങ്ങിക്കോ, റെഡി ആയിക്കോ, കാരണം കാലം ആ സ്പീഡിൽ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നു. രസം, ഞാൻ ഈ രസത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ സന്ദർഭവശാൽ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് തന്നെ അറിയാം, ഈ ജെൻഡർ റോൾസിൽ ഭയങ്കര മാറ്റം വന്നിട്ടുണ്ട്. പണ്ട് കാലത്തൊക്കെ അപ്പൻ്റെ അടുത്ത് എല്ലാം പിള്ളേർക്ക് പേടിയായിരുന്നു. ഇപ്പം അമ്മയുടെ അടുത്ത് എല്ലാനെ പേടി. അമ്മയാണ് കലിതുള്ളി നിൽക്കുന്നത്. എവിടെയാടാ നീ പഠിക്കാതെ ഇങ്ങനെ തെണ്ടി തിരിഞ്ഞാൽ ആരാ വീട്ടിൽ കൂടുതൽ ഷൗട്ട് ചെയ്യുന്നത്? അപ്പം പറയും വിട്ട് കൊടുക്കുക, പോട്ടെ പിള്ളേരെത്തി. പപ്പാസ് ആൻഡ് ഡാഡീസ് ആർ വെരി സ്വീറ്റ് നൗ ഡേയ്സ്. നൗ ദീസ് അമ്മാസ് ആർ മേക്കിംഗ് ഇറ്റ് കോംപ്ലിക്കേറ്റഡ്. പണ്ടങ്ങനെ അല്ലായിരുന്നു. ദ ജെൻഡർ റോൾ റിവേഴ്സൽ ഇസ് ഹാപ്പനിങ്. ഇന്ന് കാര്യങ്ങൾ തീരുമാനിക്കുന്നതൊക്കെ അപ്പോൾ അവർക്ക് പറ്റുന്നില്ല, എഗ്രി ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എഗ്രി ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ അപ്പം ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഒരാളോട് കൗൺസിൽ ചെയ്തപ്പോൾ ഞാൻ ചോദിച്ചു, ശരി രസമില്ല, ഓക്കെ, നിങ്ങൾ ടയേർഡായി മടുത്തു, അയാളെ കൊണ്ട് നിങ്ങൾക്ക് ഭയങ്കര ശല്യമാണ്. ഇനി ഒരു നിമിഷം നിങ്ങളിതെല്ലാം കണ്ണടച്ചിട്ട് ഇങ്ങനെ നോർത്ത് നോക്കിയേ, കർത്താവ് എനിക്ക് തന്ന ആളാണ്, അയാൾ ഒത്തിരി ലിമിറ്റേഷനുള്ള ആളാണ്. പക്ഷേ എൻ്റെ ഉള്ളിൽ കർത്താവ് അയാളെ തന്നപ്പോൾ അയാളെ സ്നേഹിക്കാനുള്ള സ്നേഹവും കൂടെ തന്നായിരുന്നു. നിങ്ങൾക്ക് അന്ന് കർത്താവ് തന്ന ആ ഡിപ്പോസിറ്റ് ഓഫ് ലവ് എവിടെ പോയി? ആ ഡിപ്പോസിറ്റ് ഓഫ് ലവ് എവിടെ പോയി? ഇവിടെ വരുന്ന വലിയൊരു മാറ്റം എന്താണെന്ന് അറിയാം. നമ്മൾ വിശദീകരിക്കപ്പെടുമ്പോൾ രസത്തിൻ്റെ അടിസ്ഥാനത്തിൽ പണിയപ്പെട്ട ജീവിതം പോയിട്ട് സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ പണിയപ്പെട്ടൊരു ജീവിതത്തിലോട്ട് വരും. അതിനെയാണ് സ്നേഹത്തിൽ വേരൂന്നുന്ന, അങ്ങനെയല്ലേ പറഞ്ഞേക്കുന്നത്? അപ്പോൾ ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുമ്പോൾ നമ്മൾ രസത്തിനായിട്ടല്ല, പിന്നെ എന്തിനാണ് ജീവിക്കുന്നത്? സ്നേഹത്തിൽ വേരൂന്നിട്ട് അതിൻ്റെ നീളവും വീതി ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിക്കേണ്ടതിന്. അപ്പോൾ അതിനു വേണ്ടിയാണ് ഈ വിശുദ്ധന്മാരെ തന്നേക്കുന്നത്. വീട്ടിലും കുറേ വിശുദ്ധന്മാരുണ്ട്, ചർച്ചിലും കുറേ വിശുദ്ധന്മാരുണ്ട്. ഇവരെ കാണുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, എൻ്റെ കർത്താവേ നീ ഇങ്ങനെയൊക്കെ സ്നേഹിക്കും, ഇങ്ങനെയുള്ളവനെയൊക്കെ. അപ്പോൾ കർത്താവ് പറയും, അത് എൻ്റെ നീളം, സ്നേഹത്തിൻ്റെ നീളം അറിയണമെങ്കിൽ നീ ഇങ്ങടെ അവനെ സ്നേഹിച്ച് നോക്ക്. പിന്നെ വേറൊരാളെ കാണുമ്പോഴാണ് അതിൻ്റെ വീതി മനസ്സിലാവും.
ഇത്രയും വീതിയിൽ കർത്താവ് പോയി അവനെ സ്നേഹിച്ചില്ല, എനിക്ക് പറ്റത്തില്ല. ഇവനെയൊക്കെ എങ്ങനെ സ്നേഹിക്കും? ജാതിയിൽ വേറെ, എനിക്ക് പറ്റത്തില്ല. എനിക്ക് എൻ്റെ ജാതിയിലുള്ളവരുമായിട്ട് മാത്രമേ പറ്റുള്ളൂ. ഇപ്പം കർത്താവിൻ്റെ സ്നേഹം എന്തെന്ന് പഠിക്ക്, വീതിയിൽ നോക്ക്. നാനാജാതി മതസ്ഥർ ഒന്നിച്ച് അവിടെ ചെന്ന് നിൽക്കുമ്പോൾ, ഇന്നൊരു എൻ്റെ കൂടെ ഉണ്ടായിരുന്നൊരു സഹോദരനൊരു കഥ പറഞ്ഞു. ഇത് ഞാൻ കേട്ടിട്ടുള്ള കഥയാണ്, നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ളതായിരിക്കും. ഒരു മനുഷ്യൻ പറഞ്ഞു, എന്നാലും പാസ്റ്റർ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല, ആ താഴ്ന്ന ജാതികളും ഞാനും ഒക്കെ ഒന്നിച്ച് എങ്ങനെ സ്വർഗത്തിൽ പോയിരിക്കുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു, ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, അങ്ങനൊരു സംഭവമേ അവിടെ ഉണ്ടാവില്ല. അതെന്താ പാസ്റ്ററെ? നിങ്ങൾ എന്തായാലും പോകാൻ പോകുന്നില്ല, തീർന്നു. അപ്പോൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ വീതി എന്ന് പറയുന്നത് എന്താണ്? ഈ ഭൂമിയിൽ മുഴുവനുള്ള സകല ജാതികളും വംശങ്ങളും ഭാഷകളും ക്രിസ്തുവിൽ ഒന്നാണ്. അവരെ വീണ്ടും ആ ബാബേൽ ഗോപുരം പൊളിഞ്ഞ് പണിതുകൊണ്ടിരുന്നപ്പോൾ അവരുടെ ഭാഷ കലങ്ങി, ഒരാൾ പറയുന്ന വേറൊരാൾക്ക് മനസ്സിലാകാതായി. അവർ ചിതറിപ്പോയി, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പല ജാതികളായി പല വിഭാഗങ്ങളായി മാറി. എന്നാൽ പെന്തക്കോസ് വന്നപ്പോൾ, ആത്മാവ് ഇറങ്ങി വന്നപ്പോൾ, ഒരാൾ പറയുന്ന എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ അവരെല്ലാവരെയും വീണ്ടും ക്രിസ്തുവിൽ ഒന്നാക്കി. അപ്പോൾ ബാബേലിൻ്റെ റിവേഴ്സലാണ് പെന്തക്കോസ്ത്. അന്ന് ഒരാൾ പറയുന്നത് എല്ലാവരും എല്ലാ ഭാഷയിലുള്ളവരും കേൾക്കുന്നത് എന്തിനാണെന്നറിയോ? അവരും നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും നമ്മിൽ ഒന്നാകേണ്ടതിനു തന്നെ. ഞാനൊരു ഗൾഫ് രാജ്യത്ത് ചെന്നപ്പോൾ, ഇവിടെ അല്ല, അവിടെ ഒരു ആളെന്നോട് പറഞ്ഞു, ഒരു പെൺകുട്ടിയുടെ കല്യാണം നടന്നിട്ടില്ല, 32, അന്ന് 28 വയസ്സ് 30 വയസ്സ്, ഇപ്പം ഒത്തിരി ആയി. അപ്പോൾ ഞാൻ ചോദിച്ചു, അതെന്താ? പുള്ളിക്കാരി ഒരു ഹൈ കാസ്റ്റ് ഹിന്ദു വിശ്വാസത്തിൽ നിന്ന് വന്നയാൾ, നല്ലപോലെ ഹൈ സാലറി മേടിക്കുന്ന ഒറ്റയ്ക്ക് വിശ്വാസം ഇറങ്ങിയത്. അവരുടെ അപ്പനും അമ്മയും വിട്ട് കളഞ്ഞു. അവരുടെ അപ്പനും അമ്മയും പാസ്റ്ററോട് പറയുന്നതെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് ഇവൾക്ക് കല്യാണം ആലോചിക്കാൻ അറിയത്തില്ല, ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ആരും ഇങ്ങനെയുള്ള വിശ്വാസമുള്ളവരില്ല, നിങ്ങൾ കണ്ടുപിടിക്കേ. പാസ്റ്റർ നോക്കിയപ്പം ഒരച്ചായൻ്റെയും പിള്ളേർക്ക് സ്യൂട്ടബിൾ അല്ല, അവർക്ക് വേണ്ട. അങ്ങനെ കല്യാണം കഴിക്കാൻ നിൽക്കുന്ന എത്ര പിള്ളേരുണ്ട്, പെൺപിള്ളേരുണ്ടെന്നറിയോ? നിങ്ങൾക്കറിയോ? അവരുടെ എല്ലാം കണ്ണുനീര് ഈ അച്ചായന്മാരുടെ മേൽ വരുമെന്ന് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു. ദിസ് ഈസ് ദ ബ്രേക്കിംഗ് ഓഫ് ഗോഡ്സ് ബോഡി ഇൻ ടു പീസസ്. കർത്താവിൻ്റെ ശരീരത്തെ നമ്മൾ എന്നാൽ പിന്നെ ഇവരുടെ സുവിശേഷം പറയാൻ പോകാതിരിക്കണ്ടേ? അവർ സുവിശേഷം കയറുമ്പോൾ സന്തോഷത്തോടെ സ്വീകരിക്കും, വീട്ടുകാർ പുറത്താക്കി വിടും, നമ്മൾ അകത്ത് കയറ്റത്തുമില്ല. ദേ ബിക്കം ഓർഫൻസ് ആഫ്റ്റർ ദേ ബിക്കം ക്രിസ്ത്യൻസ്. ഇവിടെ കർത്താവ് പറയാണ്, നിങ്ങൾക്ക് കുറേ വിശുദ്ധന്മാരെ തന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട് വീതി. എന്നോട് അമേരിക്കയിലുള്ളൊരു സിസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതുപോലൊരു പെൺകുട്ടി കല്യാണം കഴിക്കാതെ നാളുകളായി, കല്യാണാലോചന ഒന്നും വരുന്നില്ല. കാരണം ഈ ഹൈന്ദവ വിശ്വാസമൊക്കെ കൂടുതലും വരുന്ന സഹോദരിമാരാണ്. അപ്പോൾ ഈ അമേരിക്കയിലെ ആൻറ്റിനോട് പറയാം, എൻ്റെ പാസ്റ്ററെ, എൻ്റെ മോന് കുറച്ചുകൂടെ പ്രായം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആ കുട്ടിയെ കല്യാണം കഴിപ്പിക്കുമായിരുന്നു. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഒരു ഹൈന്ദവ മാർഗ്ഗത്തിൽ നിന്ന് ഒറ്റയ്ക്ക് ഒരു കുട്ടി ഇറങ്ങി വരുമ്പോൾ എന്ത് വിശ്വാസത്തിന് വില കൊടുത്ത്, എന്ത് കർത്താവിനെ സ്നേഹിച്ചിട്ടാണ് ഇറങ്ങി വരുന്നത്. ഏതെങ്കിലും ഒരു വീട്ടിൽ അപ്പനമ്മ ആഗ്രഹിക്കുകയില്ലേ അങ്ങനെ ഒരു മോളെ ഞങ്ങളുടെ വീട്ടിൽ വേണമെന്ന്? ഇത് അങ്ങനെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നു. ഇപ്പോഴാണ് മനസ്സിലായത് നമ്മളാരും അങ്ങനെ അല്ല ചിന്തിക്കുന്നു എന്നുള്ള കാര്യം. ദിസ് വെരി പെയിൻഫുൾ. ഐ ഹവ് സീൻ ഇറ്റ് എവരിവെയർ. ഞാൻ ഇടുക്കി ജില്ലയിലെ വളർന്നയാളാണ്. ചെറുപ്പകാലത്ത് ഇടുക്കി ജില്ലയിലെ ഞങ്ങളുടെ പറമ്പിൽ പണിയാൻ വരുന്നവർ, വീട്ടിൽ പണിയാൻ വരുന്നവർ എല്ലാം ഉച്ചയാകുമ്പം ഒരു ഡൈനിങ് ടേബിളിന് ചുറ്റും ഇരുന്ന് ഞങ്ങൾ ആഹാരം ഒന്നിച്ച് പങ്കുവെച്ച് കഴിച്ചുകൊണ്ടിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് നാട്ടിൻപുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത്, ക്രിസ്ത്യാനിയുടെ വീട്ടിലും ചില ആൾക്കാർക്ക് കയറാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം. അപ്പോൾ കർത്താവിൻ്റെ സ്നേഹം എന്ന് പറയുന്നത്, കർത്താവും നമ്മൾ തമ്മിൽ എന്ത് ദൂരമുണ്ടല്ലേ, എന്ത് അകലമുണ്ട്. ആ കർത്താവ് അകലം ഒന്നും നോക്കാതെ ഈ താഴ്ന്ന ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് എൻ്റെ സ്ഥാനത്ത് മരിച്ചിട്ട് പറയാണ്, എൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിക്കേണ്ടതിനും. അപ്പോൾ ആ സ്നേഹം എന്താന്ന് ഗ്രഹിക്കാൻ വേണ്ടിയാണ് അവരെ നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെയാണോ? സമാധാനമായോ? ഉള്ള സമാധാനം പോയോ? അടുത്ത പറയുന്നത്, പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിയേണ്ടതിന്. എന്താണ് ഈ പരിജ്ഞാനത്തെ കവിയുന്ന സ്നേഹം? ഇതെല്ലാം നമ്മൾ ഈ സെർമൺ ഓൺ ദ മൗണ്ട് എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള നീതിയുടെ പല 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 ഘടകങ്ങളാണിത്. എങ്ങനെ ഇത് വരുന്നത്?
ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കുമ്പോഴാണ്, നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തനാകുമ്പോഴാണ്, ആ രസത്തിൻ്റെ കെട്ടഴിഞ്ഞിട്ട് സ്നേഹത്തിൻ്റെ കെട്ട്, ആ വേര് വളരുമ്പോഴാണ് നമ്മുടെ ജീവൻ, പുതിയ ജീവൻ സ്നേഹത്തിൽ ആധാരമുള്ളതും പഴയ ജീവൻ രസത്തിലും എൻജോയ്മെൻറ്റിലും ആധാരമുള്ളതുമാണ്. ഓക്കെ, പരിജ്ഞാനത്തെ കവിയുന്ന സ്നേഹം എന്താണ്? ഇത് ക്രിസ്തുവിന് മാത്രമുള്ളൊരു സ്നേഹമാണ്. ഞാനൊരു ചെറിയൊരു ഉദാഹരണം വളരെ പെട്ടെന്ന് പറയാം, നമ്മുടെ മുമ്പിൽ അധികം സമയമില്ല. ഞാൻ ആന്ധ്രാപ്രദേശിലായിരിക്കുമ്പോൾ ഒരു ദിവസം ഞങ്ങളുടെ ചർച്ചിലുള്ളൊരു സഹോദരൻ, അദ്ദേഹം ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം റെയിൽവേ സ്റ്റേഷനോട്ട് പോയപ്പം റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊരു പയ്യൻ ഇറങ്ങി വരുന്നു. അപ്പോൾ ഇദ്ദേഹം അയാളോട് ചോദിച്ചു, എടാ നീ കഴിഞ്ഞ 2 വർഷം മുമ്പ്, കഴിഞ്ഞ വർഷം ഞാൻ പഠിപ്പിക്കുന്ന കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നവനല്ലേ? അവൻ പറഞ്ഞു, അതെ സാർ. നീ എന്താ ഇപ്പോൾ കോളേജ് വരാത്തത്? സാറേ, ഞാനൊരു പെൺകുട്ടിയെ പ്രേമിച്ചായിരുന്നു, അവൾ കല്യാണം കഴിച്ച് ഇപ്പോൾ ഒരു കൊച്ചുമായി, എനിക്കത് ഓർത്തിട്ട് സഹിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ വന്നതാണ്. അപ്പോൾ ഇയാൾ ചോദിച്ചു, നീ ജീവൻ അവസാനിപ്പിക്കാൻ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് ഇപ്പോൾ തിരിച്ചു പോകാണല്ലോ, അതെന്താ ജീവൻ അവസാനിപ്പിക്കേണ്ടെന്ന് തീരുമാനിച്ചോ ചോദിച്ചു. അന്നേരം പറഞ്ഞു, ഞാൻ ട്രാക്കിലോട്ട് ചാടാൻ തുടങ്ങുമായിരുന്നു. അന്നേരമാണ് എൻ്റെ ഒരു സുഹൃത്ത് വന്നിട്ട് പറഞ്ഞു, എടാ നമ്മുടെ പഴയ ക്രിക്കറ്റ് ടീം ഇവിടെ ക്രിക്കറ്റ് കളിക്കുന്നിടത്ത് ഗ്രൗണ്ടിൽ എന്ന് പറഞ്ഞപ്പം ഞാൻ വിചാരിച്ചു ചാകാൻ പോകുന്നതിന് മുമ്പ് ക്രിക്കറ്റ് മാച്ച് ഒന്ന് കണ്ടിട്ട് ചാകാം എന്ന് വിചാരിച്ച് അത് കാണാൻ പോകുന്നു. അങ്ങനെ ക്രിക്കറ്റ് ഒരാളുടെ ജീവൻ രക്ഷിച്ചു. അപ്പോൾ ഈ പുള്ളി എന്നെ വിളിച്ച സാറ്, ഈ ബ്രദർ, എന്നെ അണ്ണാന്നാണ് വിളിക്കുന്നത്. അണ്ണ ഒരു പയ്യൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചർച്ച നടക്കുന്ന ഒരു കെട്ടിടം, ഒരു വീടാണ്, ഒരു വലിയ ഹോളുള്ളൊരു വീടാണ്. അപ്പോൾ വേറെ ആരും അവിടെ താമസിക്കുന്നില്ല. അപ്പോൾ നമുക്ക് അവനെ ആ വീട്ടിൽ താമസിപ്പിക്കാം എന്തു പറയും? ഞാൻ പറഞ്ഞു ഓക്കെ. എന്നിട്ട് ഇയാൾ എന്ത് ചെയ്യുന്നറിയാമോ? ഇയാൾ പോയി സ്കൂളിൽ കോളേജിൽ അവനെ 2ാമത് എഞ്ചിനീയറിംഗ് കോളേജിൽ കൊണ്ട് ചേർത്ത് പഴയ ഫീസ് എല്ലാം അടച്ച് അവൻ്റെ അഡ്മിഷൻസ് എല്ലാം ആബ്സൻസ് എല്ലാം കോണ്ടോൺ ചെയ്യിപ്പിച്ച് അപ്പോളജി എഴുതി കൊടുത്ത് അവനെ ഒരു വിധത്തിൽ തിരിച്ചു കയറ്റി 1 ലക്ഷം രൂപ മേളിൽ അദ്ദേഹത്തിന് അന്ന് എക്സ്പെൻസ് 2010 സമയത്ത് നടക്കുന്ന കാര്യം ഞാൻ പറയുന്നു. എന്നിട്ട് ഇവനെ പഠിപ്പിക്കാൻ വേണ്ടി അതേ കോളേജിൽ പഠിക്കുന്ന, നല്ലപോലെ പഠിക്കുന്ന ഒരു പയ്യനെ ഇവൻ്റെ കൂടെ വിട്ടു സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ 2 പേര് ഇപ്പോൾ ചർച്ചിൽ താമസിക്കുന്നുണ്ട്. ഇവൻ എന്ത് ചെയ്യുന്നറിയോ? ക്ലാസ്സിൽ കയറില്ല. ഇത്രയും ഫീസ് അടിച്ച് 2ാമത് ജോയിൻ ചെയ്തിട്ട് ഇവൻ ക്ലാസ്സിൽ കയറില്ല. ഇവൻ പൈസ സംഘടിപ്പിച്ച് വെളിയിൽ കൂടെ കറങ്ങി നടക്കും, ജോലി ചെയ്യാൻ പോകും, എന്നിട്ട് പൈസ ഉണ്ടാക്കി രാത്രി 1 മണിയാകുമ്പോൾ ഒന്ന് ഗേറ്റ് തുറക്കും, ഭയങ്കര ബഹളം. അപ്പോൾ ചുറ്റും താമസിക്കുന്ന ആൾക്കാർ വഴക്കുണ്ടാക്കി, ഇവർ ഭയങ്കര ബഹളമാണ്, രാത്രി ഒന്ന് ഗേറ്റ് തുറക്കുന്നു. കാരണം ഈ 3 വീടിൻ്റെ നടുക്കാണ് ചർച്ച്, താഴെ ഒരു ഫാമിലി താമസിക്കുന്നു, മുകളിലൊരു ഫാമിലി താമസിക്കുന്നു. അപ്പോൾ ഇത് കുറേ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ഈ പഠിപ്പിക്കുന്ന സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു, പേര് വിളിച്ചോ, ഞാൻ പേര് പറയുന്നില്ലെന്നേ ഉള്ളൂ. അവനെ നമ്മൾ ചർച്ചിൽ താമസിപ്പിക്കുന്നത് ശരിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മുടെ പേര് മോശമാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്കവനെ അങ്ങ് വിട്ടാലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം എന്നോട് പറഞ്ഞതെന്നറിയോ? അണ്ണാ, ദൈവം അവനെ എനിക്ക് തന്നതാണ്, അതുകൊണ്ട് അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ വിടില്ലെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിനക്ക് അത്രയും ബോധ്യം ഉണ്ടെങ്കിൽ ഞാനും ഉണ്ട് കൂടെ. അപ്പോൾ പരിജ്ഞാനത്തിനപ്പുറത്തേക്ക് അവൻ്റെ സ്നേഹം എൻ്റെ എത്തിയിട്ടില്ല, ഞാൻ എപ്പോഴും പുറകില്ല. ഇയാൾ അതിൻ്റെ അപ്പുറത്ത് കടന്നുപോയി. ഇവൻ ഇങ്ങനെ പിന്നെയും വഴക്കാളിയായിട്ട് തന്നെ ഇരുന്നു. എക്സാം വന്നു പിന്നെ അക്ഷരം പഠിച്ചിട്ടില്ല. നിങ്ങൾ ആർക്കാണ് എത്ര ഫീസ് കൊടുത്ത്, എന്നിട്ട് നേരെ ആൻസർ പേപ്പർ എടുത്ത് എഴുതി, അവൻ്റെ നമ്പർ എഴുതി, റോൾ നമ്പർ എഴുതി, സബ്ജക്റ്റിൻ്റെ പേരെഴുതി തിരിച്ചു കൊടുത്തു വിട്ടു. ഒന്നുമില്ല. റിസൾട്ട് വന്നപ്പോൾ അവൻ പാസ്സായി. ഇതെങ്ങനെ പാസ്സായി എന്നുള്ളത് പ്രപഞ്ചത്തിലെ 8ാമത്തെ അത്ഭുതമായി അവശേഷിക്കുന്നു. അവൻ എന്നോട് പറഞ്ഞു, അണ്ണാ, ഞാൻ ഒരക്ഷരം പോലും അതിനകത്ത് എഴുതിയിട്ടില്ല, ഒരു ക്വസ്റ്റ്യൻ പോലും എഴുതി വെച്ചിട്ടില്ല. 28 മാർക്കാണ് പാസ്സാവാൻ വന്നത്. 28 മാർക്ക് എനിക്ക് ഇട്ടിട്ടുണ്ട് ആരോ അബദ്ധത്തിൽ ഇട്ടതാണ് അവൻ്റെ പേരിന് നേരെ. ദൈവമുണ്ട് അണ്ണാ, എന്നോട് പറയുക, ദൈവമുണ്ട്. ഞാൻ പറഞ്ഞു, പഠിക്കാതെ ഉഴപ്പിത്തിരിഞ്ഞ് നടക്കുന്നവന് കള്ളമാർക്കിട്ട് കൊടുക്കുന്ന ദൈവം. ഒരക്ഷരം പഠിക്കാതെ വായി നോക്കി നടന്നിട്ട് രാവിലെ എഴുന്നേറ്റ് കർത്താവെ സഹായിക്കണേ, വായിക്കാത്ത ഭാഗങ്ങളിൽ ഓർമ്മയിൽ വരുത്തണം. ഇങ്ങനെയൊന്നും കർത്താവ് ആരും തട്ടിപ്പിലൂടെ പാസ്സാക്കിപ്പിക്കുന്നില്ല. ഇവനോട് ഞാൻ പറഞ്ഞു, ശരിക്കും ദൈവം ഉണ്ടെന്ന് നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നീ ഈ എക്സാം ഒന്നുകൂടെ എഴുതണം, എല്ലാ എക്സാം എഴുതണം എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, ശരി, ഇന്ന് മുതൽ ഞാൻ പഠിക്കാൻ പോകുമെന്ന് പറഞ്ഞു. അവൻ ഒരൊറ്റ ടേൺ അറൗണ്ടായിരുന്നു.
അവനവിടെ ഇരുന്ന് പഠിക്കാൻ തുടങ്ങി. 85% മാർക്കോടെ അവൻ ബിടെക് പാസ്സായി. അത് പോട്ടെ, ബിടെക് എന്ത് ടെക്ക്. ഇവൻ സുവിശേഷത്തിൽ വിശ്വസിച്ചിട്ട് അവൻ്റെ വില്ലേജിൽ അവൻ സുവിശേഷം പറഞ്ഞ് അനേകം യൗവനക്കാരെ അവൻ കർത്താവിന് വേണ്ടി നേടി. എൻ്റെ പൊട്ട ബുദ്ധി പരിജ്ഞാനം വെച്ചോണ്ട് ആ ബ്രദർ ഞാൻ പറഞ്ഞ കേട്ടിരുന്നെങ്കിൽ, അണ്ണാ പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ച് അവൻ ഇറക്കി വിട്ടിരുന്നെങ്കിലത്തെ അവസ്ഥ എന്താണ്? അപ്പോൾ കർത്താവ് ചിന്തിക്കുന്ന പോലെ ഇപ്പം അവൻ പഠിച്ച് എംടെക് എടുത്ത് ഇപ്പം അവനവിടെ നല്ല ജോലി ചെയ്ത് ജീവിക്കുന്നു. അപ്പോൾ കർത്താവ് പറഞ്ഞത് സ്നേഹം, പരിജ്ഞാനത്തെ കവിയുന്ന സ്നേഹം ഒരാളോട് കാണിക്കുമ്പോൾ നമ്മൾ പറയുന്ന, കർത്താവെ ഞാൻ വിചാരിച്ചാലും അത് നന്നാവില്ല, പക്ഷെ നീ വിചാരിച്ചാൽ നന്നാകാത്തവരായി ആരുമില്ല. അത് ദൈവത്തിലുള്ള നമ്മുടെ ട്രസ്റ്റാണ്. ഈ പരിജ്ഞാനത്തെ കവിയുന്ന സ്നേഹം. ഇനി ഒത്തിരി എക്സാമ്പിൾസ് പറയാനുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഒത്തിരി എക്സാമ്പിൾസ് വന്നിട്ടുണ്ട്. അത് എല്ലാം പറയാൻ പറ്റില്ല, എല്ലാം പറയാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷേ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കുമ്പോൾ കോൺസിക്വൻസസ് നോക്കാതെയുള്ള സ്നേഹം, അത് നമ്മുടെ ഉള്ളിൽ ഒരു ക്യാരക്ടറായിട്ട് വരും. ഇതിൻ്റെ നിഴലിലാണ് ഈ ഗിരിപ്രഭാഷണം മുഴുവൻ വിശദീകരിക്കപ്പെട്ടിരിക്കുന്നത്. അതായത് കർത്താവിൻ്റെ വീണ്ടെടുപ്പ് ഒരാൾ അനുഭവിക്കുമ്പോൾ ആ വീണ്ടെടുപ്പിൻ്റെ ഫലമായി വരുന്ന സ്വഭാവമാണ് ഈ പുതിയ നിയമത്തിൻ്റെ നീതി എന്ന് പറയുന്നത്. അത് റിവേഴ്സായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നീതി കാണുമ്പോൾ നമ്മുടെ ഹൃദയം തകരുകയും നമ്മൾ നിലവിളിക്കുകയും ചെയ്യുമ്പോൾ ആ വിശ്വാസത്താൽ നമുക്ക് ലഭിക്കുന്ന പുതിയ നീതിയിലേക്ക് കടന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി അനുസരണത്തിലേക്ക് പോകാൻ വേണ്ടിയാണ് ഈ വേദപുസ്തകം ഈ ഓർഡറിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ കർത്താവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന, എന്നിട്ട് പറയാണ്, ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണം. അപ്പോൾ ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരിക എന്ന് പറയുന്നത് എളുപ്പമല്ല. കാരണം അങ്ങനെ ആരും ലോകത്തില്ല. പക്ഷെ ഇവിടെ എല്ലാ നിറവും എന്ന് പറയുന്നൊരു പ്രത്യേകതയുണ്ട്. ദൈവത്തിന് 2 തരത്തിലുള്ള സ്വഭാവ വിശേഷങ്ങളുണ്ട്. ഒന്ന്, ദൈവം ആർക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത ചില സ്വഭാവങ്ങളുണ്ട്. അതിനെയും കൂടെ ചേർത്തിട്ടാണ് ദൈവത്തെ നമ്മൾ പരിശുദ്ധൻ എന്ന് പറയുന്നത്. നമ്മളാരും പരിശുദ്ധരല്ലാത്തതിൻ്റെ കാരണം നമുക്കൊരിക്കലും ലഭിക്കാത്ത നിത്യമായ ചില ഗുണങ്ങൾ ദൈവത്തിനുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അതെന്തൊക്കെയാണ്? ഒന്ന്, അവൻ ആദ്യന്തമില്ലാത്തവനും സ്വയംഭൂവുമാണ്. അവനെ ആരും സൃഷ്ടിച്ചതല്ല. 2, അവൻ ആരെയും ആശ്രയിക്കേണ്ട കാര്യമില്ല. ഹീസ് നോട്ട് ഡിപ്പെൻഡൻറ്റ് ഓൺ ഹിസ് ക്രിയേഷൻ. ഓക്കെ, വേറൊരാളുടെ സമ്മർദ്ദം ദൈവത്തിന് മേലില്ല. ദൈവത്തിന് സ്വതന്ത്രമായിട്ട് എന്തും ചെയ്യാവുന്ന ദൈവമാണ്. 3, ദൈവത്തിന് ഒരിക്കലും മാറ്റം വരുന്നില്ല. ഹീസ് ദ സെയിം യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ടുമോറോ. അതാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന്. കാരണം ദൈവത്തിന് മാറ്റം വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദൈവത്തെ വിശ്വസിക്കാൻ പറ്റത്തില്ല. ഗോഡ് കനോട്ട് ചേഞ്ച് ആൻഡ് ഗോഡ് വിൽ ഓൾവേസ് ബി ദ സെയിം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ എല്ലാ വാഗ്ദത്തങ്ങളും അങ്ങനെ തന്നെ നിറവേറും. മനസ്സിലാവുന്നുണ്ടോ? ഇത് ദൈവത്തിൻ്റെ സ്വഭാവം. നമ്മൾ ഒരിക്കലും അങ്ങനെയല്ല. നമ്മൾ ആശ്രയിച്ചേ ജീവിക്കാൻ പറ്റുള്ളൂ. നമുക്ക് മാറ്റം വന്നുകൊണ്ടേയിരിക്കും, നമ്മൾ മാറിക്കൊണ്ടേയിരിക്കും. നമ്മുടെ പ്രകൃതം മാറും, നമ്മുടെ ശരീരം മാറും, മനസ്സ് മാറും, എല്ലാം മാറും. പക്ഷേ ദൈവത്തിന് ഒരു മാറ്റവും ഒരിക്കലും വരുന്നില്ല. മാറ്റം വരാത്തതെന്നുണ്ടെന്നറിയോ? മാറ്റം വന്നാൽ വലിയ പ്രശ്നമാണ്. നല്ലതായിട്ട് മാറുമോ മോശമായിട്ട് മാറുമോ? പറ. മാറുവാണെങ്കിൽ നല്ലതായിട്ട് മാറുമോ മോശമായിട്ട് മാറുമോ? നല്ലതായിട്ട് മാറിയാൽ അപ്പോൾ ഇത്രയും നേരം അത്ര നല്ലതല്ലായിരുന്നു എന്ന് പറയേണ്ടി വരും. മോശമായിട്ട് മാറിയാൽ അത് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അതുകൊണ്ടാണ് ഗോഡ് ഈസ് ഇറ്റേണൽ ആൻഡ് ഇമ്മ്യൂട്ടബിൾ എന്ന് പറയുന്നത്. ഒരിക്കലും മാറാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് തന്നെ ദൈവത്തെ മാറ്റാനല്ല, ദൈവത്തിൻ്റെ ഇഷ്ടം എന്നിൽ നടപ്പാകാൻ വേണ്ടിയാണ്. അതായത് ദൈവത്തിൻ്റെ ഹിതത്തോടെ എന്നെ അലൈൻ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ദൈവം പ്രാർത്ഥനയുടെ കാര്യങ്ങൾ മാറ്റുന്നുണ്ട്. അതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. ദാറ്റ്സ് അനദർ ടോപ്പിക്. ഓക്കെ, അപ്പോൾ ദൈവത്തിൻ്റെ എല്ലാ നിറവിനാലും നിറഞ്ഞു വരണമെന്ന് പറഞ്ഞാൽ ദൈവം നമുക്ക് പകരുന്ന ചില ഗുണങ്ങളുണ്ട്. അതായത് നിങ്ങൾ യേശുക്രിസ്തുവിനെ നോക്കിക്കേ. യേശുക്രിസ്തു ഈ മണ്ണിൽ ജീവിക്കുമ്പോൾ അവനിൽ ഉണ്ടായിരുന്ന ഗുണങ്ങൾ അതെല്ലാം നമുക്കുള്ളതാണ്. ക്രിസ്തുവിനെയാണ് നമുക്ക് തരുന്നത്. ക്രിസ്തു അപ്പോഴും പൂർണ്ണ ദൈവമാണ്, നിത്യനാണ്, മാറ്റം വരാത്ത ദൈവമാണ്. എല്ലാം ശരിയാണ്. പക്ഷെ കർത്താവ് അത് കാണിക്കുന്നില്ല. നമ്മളെ കാണിക്കുന്ന എന്താണ്? നമ്മുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്ന എന്താണ്? ആ ഗുണങ്ങൾ മനുഷ്യരുമായി പങ്കുവെക്കുന്ന ഗുണങ്ങളാണ്. ശരിയാണോ? ആണോ? കർത്താവിൻ്റെ ചോദിച്ചു അന്ത്യകാലം എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് എന്താ പറഞ്ഞു? എനിക്കറിയത്തില്ല, ദൈവത്തിനും പിതാവിനും മാത്രമേ ഉള്ളൂ. കാരണം കർത്താവ് അത് അറിയുന്നതിൽ നിന്നും റിഫ്യൂസ് ചെയ്യുവാണ്, വേണ്ട എന്ന് തീരുമാനിച്ചു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്നെ നല്ലവനായ ഗുരു എന്ന് പറയുമ്പോൾ കർത്താവ് പറയുന്നത് എന്താണ്? നല്ലവനെ എന്നെ വിളിക്കേണ്ട. കാരണം ഹീസ് ടേക്കിംഗ് ദാറ്റ് സബോർഡിനേറ്റ് പൊസിഷൻ നമ്മുടെ പകരക്കാരനാവാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ യഥാർത്ഥ അവകാശം എന്ന് പറയുന്നത് ക്രിസ്തുവാണ്.
അവൻ്റെ ഫുൾ സ്വഭാവം. അതാണ് ദൈവത്തിൻ്റെ എല്ലാ നിറവെന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ എല്ലാ നിറവും ദേഹരൂപമായി വസിക്കുന്ന ആരിലാണ്? ക്രിസ്തുവിലാണ്. കൊളോസ്യ ലേഖനത്തിൽ പറയുന്നത് ഇത് തന്നെയാണ്, വിശുദ്ധീകരണത്തെക്കുറിച്ചാണ്. അവനിൽ നിങ്ങൾ സമ്പൂർണരായിരിക്കുന്നു. കാരണം ദൈവത്തിൻ്റെ സകല തേജസ്സും ദേഹരൂപമായി വസിക്കുന്ന ക്രിസ്തുവിൽ നിങ്ങൾ സമ്പൂർണരായിരിക്കുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ക്രിസ്തുവിൽ ദൈവം ഏതെല്ലാം ഗുണങ്ങൾ നമ്മളെ കാണിച്ചു തന്നോ, ആ സ്നേഹം, കരുണ, ആർദ്രത, ആത്മാവിൻ്റെ ഫലങ്ങൾ മുഴുവൻ അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതല്ല, ആത്മാവ് നമ്മളിലേക്ക് പകരുന്നതാണ്. അകത്തെ മനുഷ്യനെ ബലപ്പെടുത്താൻ വേണ്ടി ആത്മാവ് നമ്മിലേക്ക് പകരുന്നതാണ്. ഈ ആത്മാവ് പകരുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞായിരുന്നു. ആത്മാവ് തുടർച്ചയായിട്ട് നമ്മളോട് സംസാരിച്ചുകൊണ്ടേയിരിക്കും. അത് ഇടുക്ക് വഴിയായിരിക്കും. നമുക്ക് ആ പരിജ്ഞാനത്തിലോട്ട് കയറാൻ പ്രയാസമായിരിക്കും. അപ്പോസ്തലിക ഉപദേശം നമ്മൾ അടിസ്ഥാനം ഇട്ട് കഴിഞ്ഞാൽ അടുത്ത തലമെന്ന് പറയുന്നത് ആത്മാവ് നമ്മളെ പഠിപ്പിക്കുന്ന തലമാണ്. ഈ ആത്മാവ് പഠിപ്പിക്കുന്ന തലത്തിൽ ആർക്കും നമ്മൾ ഉപദേശിക്കാൻ പറ്റത്തില്ല. 1 യോഹന്നാൻ 2:27 എന്താ പറയുന്നത്? അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു, ആർക്കും നിങ്ങൾ ഉപദേശിച്ച് തരേണ്ട കാര്യമില്ല, അവൻ്റെ അഭിഷേകം തന്നെ നിങ്ങളെ പഠിപ്പിക്കും, ഉപദേശിക്കും. അതെങ്ങനെയാണ് മനസ്സിലാകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ചില കാര്യങ്ങൾ നമുക്ക് ഉപദേശിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ പറയാണ്, പാസ്റ്ററെ എൻ്റെ സ്വത്തെല്ലാം വിട്ടുകൊടുക്കാൻ ഞാൻ ചിന്തിക്കുവാണ്, എന്താ ചെയ്യേണ്ടത് എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വിട്ടുകൊടുക്കുമെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ? വിട്ടുകൊടുത്തു കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞ് പുള്ളി തിരിഞ്ഞു കഴിഞ്ഞാൽ പുള്ളി പറയാം, അന്ന് അവൻ പറഞ്ഞാൽ കേട്ട് എൻ്റെ ഉള്ള സ്വത്തെല്ലാം കളഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് വരും. പണ്ട് എനിക്ക് അങ്ങനെ ഒരു പറ്റിയിട്ടുണ്ട്. ഞങ്ങൾ ആന്ധ്രാപ്രദേശിലായിരിക്കുന്ന സമയത്ത് ഒരു ബ്രദർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങളൊക്കെ ജീവിക്കുന്നതാണെങ്കിൽ എനിക്ക് ഭയങ്കര കുറ്റബോധം തോന്നുന്നു. ഞാൻ എന്താ അണ്ണാ, ചേസ് ബ്രദർ, എന്താ പുള്ളി ചേസ് അണ്ണ എന്നാണ് വിളിക്കുന്നത്, അവരെല്ലാവരും അണ്ണ എന്നാണ് വിളിക്കുന്നത്. എൻ്റെ അക്കൗണ്ടിൽ കുറച്ച് പൈസയുണ്ട്, അത് ഞാനിങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്, അത് പാപമാണെന്ന് എൻ്റെ ഉള്ളിൽ ദൈവാത്മാവ് പറയുന്നു. നമ്മളുടെ ആരും അങ്ങനെ പറയാറില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം ഞാൻ ചോദിച്ചു, എത്ര രൂപയുണ്ട്? എന്നാലും പറഞ്ഞു 5000 രൂപയുണ്ട്. ലിറ്ററൽ കോൺവെർസേഷൻ. അദ്ദേഹം ഒരു ഗവൺമെൻറ് സ്കൂൾ ടീച്ചറാട്ടോ, ചുമ്മാ തമാശല്ല. ഞാൻ ചോദിച്ചു 5000 രൂപയുണ്ടോ? അത് വലിയൊരു എമൗണ്ട് ആണല്ലോ. ആണ്, കാരണം ആ സമയത്ത് ഞങ്ങൾക്ക് 5000 രൂപ അത്യാവശ്യമായിട്ട് വേണം. എന്നിട്ട് പുള്ളി പറഞ്ഞു, ഞാൻ 5000 രൂപ അങ്ങ് തരട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നേക്കാൻ പറഞ്ഞു. കാരണം ആ സമയത്ത് നമ്മുടെ മിഷൻ ഫീൽഡിൽ ഒരു ബ്രദർ 5 പൈസ കയ്യിലില്ല, നക്ഷത്രം എണ്ണിയിരിക്കുക. അവിടെ സ്കൂളുണ്ട്, ഒരു കുഞ്ഞ് LP സ്കൂളുണ്ട്, അവിടെ പഠിപ്പിക്കാൻ ഒരു സിസ്റ്റർ വരുന്നുണ്ട്, അവർക്കും ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഇവർക്ക് 2 പേർക്കും കൊടുക്കണം. ആ 5000 രൂപ അപ്പം തന്നെ പുള്ളി ATM നിന്ന് എടുത്തുകൊണ്ടെത്തുന്നു. 2 ദിവസം കഴിഞ്ഞപ്പം അവർക്ക് 6000 രൂപയുടെ ഒരു എമർജൻസി ഉണ്ടായി. അപ്പോൾ ഭാര്യ പറഞ്ഞു, ആ പുള്ളിയുടെ വാക്കും കേട്ടുകൊണ്ട് നിങ്ങളുള്ള കാശെല്ലാം എടുത്ത് കൊടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യും? എന്നാലോചിച്ചൊക്കെ ഞാൻ ചെന്നപ്പെട്ട കെണി. എൻ്റെ കയ്യിലാണ് 1 രൂപ ഇല്ല. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, എൻ്റെ കർത്താവ് മിസ്റ്റേക്ക് പറ്റി, കാരണം ഞാൻ അത് പറയരുതായിരുന്നു, അത് പുള്ളി കൊണ്ട് ബലമായിട്ട് തന്നിരുന്നെങ്കിൽ ഓക്കെ. അതായത് പരിജ്ഞാനത്തിൻ്റെ തലത്തിൽ ഒരാൾ എവിടം വരെ പോകണമെന്ന് ആത്മാവിന് മാത്രമേ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ, വേറെ ആൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, ഇങ്ങനെ വീട്ടിലിങ്ങനെ ഭയങ്കര പ്രശ്നമാണ്. സാരമില്ല, എനിക്ക് പ്രശ്നമൊന്നുമില്ല, അതൊക്കെ ദൈവം നോക്കിയോളൂ. പുള്ളി നല്ല വിശ്വാസം ഇപ്പോഴത്തെ. ദൈവത്തിൻ്റെ കൃപയാൽ എനിക്കൊരു 6000 രൂപ, കൃത്യം 6000 രൂപ എൻ്റെ അക്കൗണ്ടിൽ വന്നു. ഞാനത് 6000 രൂപ തന്നെ പുള്ളിക്കൊണ്ട് കൊടുത്തു. നിങ്ങളുടെ 6000 രൂപയുടെ എക്സ്പെൻസ് നടക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ അതോടെ തീരുമാനിച്ചു, കർത്താവേ, വേറൊരാളെ പരിജ്ഞാനം പഠിപ്പിക്കാൻ ഞാൻ പോകത്തില്ല. വചനം ബൈബിളുള്ളത് മാത്രം, ബാക്കി സ്വത്ത് വിടണോ, വീട് വിടണോ, നാട് വിടണോ, ജോലി വിടണോ, ഇതൊക്കെ അവനവൻ തീരുമാനിച്ചോണം. ഇതിനകത്ത് ആർക്കും ഉപദേശിക്കേണ്ട കാര്യമില്ല. കാരണം പരിജ്ഞാനം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മളെ ശരിക്കും പഠിപ്പിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവാണ്. ഈ ആത്മാവ് പഠിപ്പിച്ചാലേ, അല്ലാതൊരു മനുഷ്യനൊരു പുൾപ്പിറ്റിൽ നിന്ന് പഠിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ഗിരിപ്രഭാഷണം വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ അടിസ്ഥാനങ്ങളുടെ എല്ലാം മുകളിൽ കർത്താവിന് നമ്മളൊരു ഇടുക്ക് വഴിയിലൂടെ കൊണ്ടുപോകാൻ പറ്റും. അവൻ്റെ പൂർണ്ണ തേജസ്സിലേക്ക് നമ്മളെ നടത്താൻ പറ്റും. അതിനുള്ള അധികാരം അവനുണ്ടെന്നുള്ളതാണ്. അതായത് ഗോഡ് ക്യാൻ മേക്ക് us വാക്ക് ത്രൂ എനി റോഡ്. ഏത് രീതിയിലും നമ്മളെ കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ നിങ്ങൾ പോയാൽ, ആ പരിജ്ഞാനത്തിലൂടെ നിങ്ങൾ പോയാൽ, ഈ വചനമെല്ലാം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവാൻ തുടങ്ങും. എന്നോട് ഒരാൾ ചോദിച്ചു, എനിക്ക് ബൈബിൾ കോളേജിൽ പോയി കുറച്ച് വചനം പഠിക്കണം ആഗ്രഹമുണ്ട്, ഏത് ബൈബിൾ കോളേജിൽ പോകുന്നതാണ് നല്ലത്? ഞാൻ പറഞ്ഞു, നിങ്ങൾ തൽക്കാലം എന്നോടൊരു ചോദ്യത്തിന് ഉത്തരം പറയണം. അവർ ചോദിച്ചു, എന്തിനാണ് ഈ ബൈബിൾ പഠിക്കുന്നത്?
അപ്പോൾ അവർ മറുപടി പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, രണ്ട് ഉദ്ദേശമാണ്. ഒന്ന്, ബൈബിളിനെ കുറിച്ച് നല്ല അറിവുണ്ടാകാൻ വേണ്ടിയാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ബൈബിൾ കോളേജിൽ പൊക്കോ, എവിടെ പോയാലും കുഴപ്പമില്ല, എന്തെങ്കിലുമൊക്കെ അറിവുണ്ടാവും. അനുസരിക്കാൻ വേണ്ടിയാണെങ്കിൽ പോയിട്ട് കാര്യമില്ല. അനുസരിക്കാൻ വേണ്ടിയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുസരിക്കാൻ തുടങ്ങണം. അതായത് കർത്താവെ എനിക്ക് അനുസരിക്കണമെന്ന് പറഞ്ഞ് കർത്താവിന് മുമ്പിലേക്ക് ഒരു ശിഷ്യനായി ചെന്ന് കഴിഞ്ഞാൽ ബാക്കി കർത്താവ് തന്നെ പഠിപ്പിച്ചോളൂ. ഈ കർത്താവ് പഠിപ്പിക്കുന്ന പോലെ പഠിപ്പിക്കാൻ ആരെ കൊണ്ടും സാധിക്കില്ല. അങ്ങനെ പഠിപ്പിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, അടിസ്ഥാനം കറക്റ്റ് ആയിരിക്കണം. അടിസ്ഥാനം കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ എല്ലായിടത്തും തെറ്റും. അപ്പോൾ സഭയുടെ കടമയാണ് എന്ത്? എല്ലാവർക്കും പരിജ്ഞാനത്തിൽ നടക്കാൻ അടിസ്ഥാനം ഇട്ട് കൊടുക്കുക. ഈ അടിസ്ഥാനം ഒരാളുടെ അകത്ത് വീണാൽ പിന്നെ തോന്നിയ പോലെ പ്രവചിക്കുമോ സഹോദരങ്ങളെ? പ്രവചിക്കുമോ? യേശുക്രിസ്തു എന്നൊരു അടിസ്ഥാനം നമ്മുടെ സഭയിലുണ്ടെങ്കിൽ, ഈ സഭയിലുണ്ടെങ്കിൽ ഇവിടെ ആർക്കും ശുശ്രൂഷയ്ക്ക് സ്വാതന്ത്ര്യം കൊടുക്കാം. എന്തുകൊണ്ട് കൊടുക്കാമെന്നറിയോ? ഈ അടിസ്ഥാനം അവിടെ കിടക്കുന്നതുകൊണ്ട് തെറ്റ് പറ്റത്തില്ല. ക്രിസ്തുവിൻ്റെതല്ലാത്ത ഒരു നീതിയിൽ പുകഴുകയില്ല. കാരണം അടിസ്ഥാനമായിട്ട് അറിയാം ഞാൻ പാപിയാണ്. കൃപ കൊണ്ട് മാത്രം ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ആളാണെന്ന് എനിക്കറിയാം. എനിക്കത് അറിയാമെങ്കിൽ എനിക്ക് പിന്നെ തെറ്റ് പറ്റത്തില്ല. കാരണം ഈ ഒരു ഫൗണ്ടേഷനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ വേറൊരാളുടെ കൈപ്പായി ഇടപെടുകയോ പുൾപ്പിറ്റിനെ ഒരു ആയുധമായി ഉപയോഗിക്കുകയും ചെയ്യത്തില്ല. അവിടെ നമ്മൾ മുട്ടുമടങ്ങിയവരായിരിക്കും, നടു ഒടിഞ്ഞവരായിരിക്കും. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? അപ്പോൾ കോമ്പറ്റീഷൻ ഉണ്ടാവില്ല. നമ്മുടെ സഭയിലുള്ള ഒരാൾ എന്നേക്കാൾ നല്ലപോലെ പ്രസംഗിച്ചാൽ കോമ്പറ്റീഷൻ ഉണ്ടാവില്ല. കാരണം എന്താ? ഞാൻ നടു ഒടിഞ്ഞവനാണ്, എനിക്കൊന്നും പുകഴാനില്ല. ഞാൻ അവിടെ നിൽക്കുന്നുണ്ട്, കർത്താവിനെ നിർത്തിയേക്കുന്നു മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ മക്കൾ നമ്മുടെ മുമ്പിൽ, നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ മുകളിലേക്ക് ചെല്ലുന്തോറും നമ്മൾ എന്താ ചിന്തിക്കുന്നത്? കർത്താവെ അങ്ങയുടെ വേല അടുത്ത തലമുറയിലേക്ക്, അതിനടുത്ത തലമുറയിലേക്ക് വളർന്നു പോകട്ടെ എന്ന് ചിന്തിക്കുകയുള്ളൂ. കാരണം അങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ. ക്രിസ്തു അങ്ങനെ നമ്മളെ കൊണ്ട് നടത്തിപ്പിക്കുന്നത്. ഇവിടെ നമുക്ക് എന്താ സംഭവിക്കുന്നത് കഴിഞ്ഞാൽ, ഒരാൾ നല്ലപോലെ പ്രസംഗിച്ച് കഴിഞ്ഞാൽ പാസ്റ്റർക്ക് പേടിയാണ്. ഗൾഫിലല്ല പ്രശ്നമില്ല, നാട്ടുമ്പുറത്ത് അങ്ങനെയാണ്. കാരണം ഒരാൾക്ക് നല്ല കൃപയുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്നാമതെ കൃപാവരങ്ങളെ പെന്തക്കോസ്തുകാർ അടുപ്പിക്കാറില്ല. ഞാൻ ഈ വചനം പറയുന്നത് കൊണ്ട് പല ആൾക്കാർ ഞാൻ ബ്രദറിനാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം പെന്തക്കോസ്തുകാരുടെ ഒരു കാഴ്ചപ്പാട്, ഉറക്ക ബഹളം വയ്ക്കുന്നവരെല്ലാം പെന്തക്കോസ്തുകാരും കുറച്ച് ശാന്തമായിട്ട് വചനം പറയുന്നവരെല്ലാം ബ്രദറുകാർ വന്നാണ്. സത്യം പറഞ്ഞാൽ ബ്രദറുകാർ കുറച്ചൊക്കെ കൃപാവരങ്ങളെ അംഗീകരിക്കുന്നുണ്ട്. അന്യഭാഷ ഒന്നും അംഗീകരിക്കുന്നില്ലെങ്കിലും വേറെ ചില, ഇപ്പോൾ ഉപദേഷ്ടാവ്, ഇപ്പം നമ്മുടെ ബ്രദർ ചർച്ചിൽ എല്ലാവർക്കും ഒരു 5 മിനിറ്റൊക്കെ കൊടുക്കും, ഒരു പ്രബോധന സാക്ഷ്യമൊക്കെ പറയും. അവരുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു കൃപാവരോ ശുശ്രൂഷവരുണ്ടെങ്കിൽ വെളി വരും. ഞാനൊരു ദിവസം ബാംഗ്ലൂരിൽ ഒരു ചർച്ച ചെന്ന് കഴിഞ്ഞപ്പം, പെന്തക്കോസ്ത് ചർച്ചാണ്, അവിടെ പ്രാർത്ഥിച്ച് തുടങ്ങുന്ന പാസ്റ്റർ, പാട്ട് പാടുന്ന പാസ്റ്റർ, വർഷിപ്പ് ലീഡ് ചെയ്യുന്ന പാസ്റ്റർ, മധ്യസ്ഥ പ്രാർത്ഥന നടന്ന പാസ്റ്റർ, പ്രസംഗിക്കാൻ എന്നെ വിളിച്ചുകൊണ്ട് മാത്രം പ്രസംഗം എനിക്ക്, അല്ലെങ്കിൽ അതും പാസ്റ്ററാണ്. എല്ലാം കഴിഞ്ഞ് ഞാൻ പാസ്റ്ററുടെ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് ഞാൻ ചോദിച്ചു, പാസ്റ്ററെ ഒരു മനുഷ്യൻ ഒരു 5 മിനിറ്റ് സാക്ഷ്യം, 2 മിനിറ്റ് വചനം എടുത്തൊരു പ്രബോധനം. പുള്ളി പറഞ്ഞു, എൻ്റെ പാസ്റ്റർ ഉപദ്രവിക്കരുത്, 3 വർഷമാണ് എൻ്റെ കാലാവധി, 2.25 വർഷം ഒരു കുഴപ്പമില്ലാതെ ഞാൻ കൊണ്ടുപോയി. ആർക്കെങ്കിലും 1 മിനിറ്റ് സാക്ഷ്യം പറയാൻ കൊടുത്ത് ഇവിടെ അടിയായിരിക്കും. അതുകൊണ്ട് ഈ 3 വർഷം കഴിഞ്ഞ് ഞാൻ അങ്ങ് പൊക്കോളാം. ഞാൻ അവിടെ ശരിക്കും പറഞ്ഞ അവിടെ നിന്ന് ആഹാരം കഴിക്കണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനായി പോയി. കാരണം ആ പുള്ളി വെറും ഒരു മാമോൻ്റെ ദാസനാണ്. ഹീ ഈസ് നോട്ട് സ്റ്റാൻഡിങ് ഫോർ ദ ലോഡ്, ഹീ ഈസ് സ്റ്റാൻഡിങ് ഫോർ ദ പീപ്പിൾ. ഞാൻ പുള്ളിയോട് ചോദിച്ചു, 40 വർഷമായി ചർച്ച തുടങ്ങിയിട്ട്, ഈ ചർച്ച എത്രയായി? അത് കൂടുതലായിരുന്നു അല്ലേ? നിങ്ങളുടെക്കാൾ ഇത്തിരി ഇളയതാ. 40 വർഷം ഈ മനുഷ്യർ ഇവിടെ സ്തോത്രകാഴ്ച ഇട്ടു, ദശാംശം ഇട്ടു. ഈ ചർച്ച് ബാൽക്കണിയോടുകൂടി പണിയാൻ, നീ ബാംഗ്ലൂരിൽ പോയി ബാൽക്കണിയുള്ള ചർച്ച എന്ന് അന്വേഷിച്ചാൽ എല്ലാ ചർച്ചിനോട് ബാൽക്കണിയുണ്ട്. ബാൽക്കണിയോട് പണിയാൻ അവരുടെ കയ്യിലുള്ള ഡിപ്പോസിറ്റിൽ മുഴുവൻ ഇട്ടു. പിന്നെ ചോദിക്കുമ്പോൾ പിരിവ് സെൻട്രലിലോട്ട് അയക്കാൻ. അപ്പോൾ സെൻട്രലുള്ള ചർച്ചയാണെന്ന് മനസ്സിലായല്ലോ. സെൻട്രലിലോട്ട് അയക്കാനുള്ള പൈസ. പിന്നെ അതും പോട്ടെ, ബാംഗ്ലൂരിൽ 10 കിലോമീറ്റർ പോകണമെങ്കിൽ 1 മണിക്കൂർ വേണം. അതിനുള്ള കത്തിക്കുന്ന പെട്രോള്, ഡീസല്, സമയം, ഇത്രയും ഇൻവെസ്റ്റ് ചെയ്ത് 40 വർഷം ഇവിടെ വരുന്ന വിശ്വാസികളായിരുന്ന ആൾക്കാർ, അവർക്ക് കിട്ടിയ ആത്മീക അനുഗ്രഹം എന്താണെന്നറിയോ? ആത്മാവിൽ എന്തൊരു വളർന്നറിയോ? ഒരുത്തൻ എഴുന്നേറ്റൊരു വാക്ക് പറഞ്ഞാൽ അവിടെ അടിയായിരിക്കും. അതാണ് അവർക്ക് കിട്ടിയത്. ഞാൻ ചോദിച്ചു, നിങ്ങൾക്കൊക്കെ പൈസ തരുന്ന അവർ ഭയങ്കര നഷ്ടക്കച്ചവടമല്ലേ പാസ്റ്റർ നടത്തുന്നത് ചോദിച്ചു. ഒരു സാക്ഷ്യം പറയാൻ പോലുമുള്ള ആരോഗ്യം 40 വർഷമായി ക്രിസ്ത്യാനിക്ക് ഇല്ലെങ്കിൽ ഇവരെന്താണ് ഈ പഠിച്ചുകൊണ്ടിരുന്നത്? ഒരു കൃപാവരങ്ങളെ ഇവർ ബഹുമാനിക്കുന്നില്ല. അവർ ബഹുമാനിക്കുന്ന ബൈബിൾ കോളേജിൽ പഠിച്ച ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് മാത്രമാണ്.
ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് വരുന്നയാളാണ് പാസ്റ്റർ, ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് വരുന്നയാളാണ് ഉപദേശി, ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് വരുന്നയാളാണ് ഉപദേഷ്ടാവ്, ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് വരുന്നയാളാണ് ഇവാഞ്ചലിസ്റ്റ് എന്നിട്ട് പറയണം ഞങ്ങൾ കൃപാവരമുള്ള ആൾക്കാരാണ്. ചെണ്ട അടിക്കുമ്പോൾ തുള്ളുക എന്നുള്ളത് വേറെ ഒരു കൃപാവരവും ജെന്യുവിനായിട്ട് അന്യഭാഷ പറയുന്നവർ ഓർത്തല്ല, അവരുടെ കർത്താവ് എന്നോട് ക്ഷമിക്കട്ടെ. പക്ഷേ ഈ ഒരു പരിപാടി ഡ്രമ്മിലൂടെ കയറ്റിയുള്ള ഈ അഭ്യാസമല്ലാതെ വേറൊരു കൃപാവരവും ഇന്ന് ഒരു സഭയിലും കാണുന്നില്ലെന്നുള്ളതാണ് എൻ്റെ ദയനീയ അവസ്ഥ. ആത്മാവിന് ഇതുപോലെ ഷട്ട് ഔട്ട് ചെയ്തിരിക്കുന്ന ഒരു കൂട്ടം വേറെയില്ല. നമ്മുടെ സഭയിൽ ക്രിസ്തു അടിസ്ഥാനമായി പണിയപ്പെടണമെങ്കിൽ കർത്താവ് സഭയിൽ അനുവദിക്കുന്ന കൃപാവരങ്ങൾ ഉപയോഗിക്കപ്പെടണം. ആ കൃപാവരങ്ങളുടെ ശുശ്രൂഷകൾ വരണം സഭയ്ക്കകത്ത്. അത് അടിസ്ഥാനത്തിന്മേൽ വന്നില്ലെങ്കിൽ എല്ലാവരും വഴിതെറ്റിക്കാൻ ഒറ്റ പ്രവചനം മതി. പക്ഷേ അടിസ്ഥാനം നമ്മൾ വീണ് കഴിഞ്ഞാൽ ഈ കൃപാവരങ്ങളുടെ തലത്തിലേക്ക് കൊണ്ട് നമുക്ക് പോകാൻ പറ്റും ധൈര്യമായിട്ട്. എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറയുന്നത്? അപ്പോൾ പരിജ്ഞാനത്തിൻ്റെ തലത്തിൽ നമ്മൾ വളരുകയും കൃപാവരങ്ങളാൽ നിറയുകയും. ദൈവം ഇഷ്ടം പോലെ കൃപാവരങ്ങൾ അയക്കും. ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് നമ്മുടെ പിള്ളേരെ ഓരോരുത്തർ എഴുന്നേറ്റ് സംസാരിക്കുന്ന കേൾക്കുമ്പം എന്ത് പരിജ്ഞാനത്തോടെയാണ് സംസാരിക്കുന്നത്. അവർ കർത്താവ് വിളിക്കുന്ന ഓരോ സ്ഥലത്തേക്ക് പോകുന്നു, സുവിശേഷകൻ്റെ വരം, ഇടയൻ്റെ വരം, ഇതെല്ലാം അതിൻ്റെ കൂടെ വരുന്നുണ്ട്. ഇതെല്ലാം ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ദൈവത്തിൻ്റെ കൃപാവരങ്ങളാൽ നിറയപ്പെടുന്ന ഒരു സഭയാകാതെ ഇത് പെന്തക്കോസ് എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഓക്കെ, അപ്പോൾ നമുക്ക് മുമ്പോട്ട് പോകാം. ഗിരിപ്രഭാഷണത്തിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു വരാം. കാരണം ഇത് സമയം തീരാൻ 2 മിനിറ്റേ ഉള്ളൂ. ഇവിടെ പറയുന്നത് നോക്കി, ഈ കാര്യങ്ങളെല്ലാം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവിടെ വന്നു. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അപ്പോൾ എങ്ങനെ ഹൃദയശുദ്ധി ഉണ്ടാകുന്നത് മനസ്സിലായല്ലോ? ഓക്കെ, അടുത്തത് സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. അപ്പോൾ ഈ സമാധാനം എന്ന് പറയുന്നത് എന്താണ് ബേസിക്കലി സമാധാനം? സമാധാനം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എബ്രായ ലേഖനത്തിൻ്റെ 10 വായിക്കുന്ന പോലെ 19 വാക്യം മുതൽ വായിക്കുന്ന പോലെ ദൈവത്തിൻ്റെ അടുത്തേക്ക് നമുക്ക് ഏത് സമയത്തും കടന്നു ചെല്ലാമെന്നും ഇവിടെ എന്ത് സംഭവിച്ചാലും പിതാവ് എന്നെ മകനായി അംഗീകരിക്കുന്നുവെന്നും ഞാൻ കർത്താവിൻ്റെ ഒരു മകനാണ്, മകള എന്നുള്ള ധൈര്യമാണ് എൻ്റെ ആന്തരിക സമാധാനത്തിൻ്റെ അടിസ്ഥാനം. എത്രവർക്ക് മനസ്സിലായത്? ഏത് കഷ്ടത്തിന് നടുവിൽ പോയാലും ഞാൻ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നും അവൻ അറിയാതെ ഒരു തലമുടിനാര് പോലും താഴെ വീഴുകയില്ലെന്നും അവൻ എന്നെ വിശുദ്ധിയിൽ നടത്തി കർത്താവിൻ്റെ അടുത്ത് എത്തിക്കുമെന്നുള്ള എൻ്റെ കോൺഫിഡൻസിൽ നിന്നാണ്, ഫെയ്ത്തിൽ നിന്നാണ് എനിക്ക് സമാധാനം ഉണ്ടാകുന്നത്. ആ സമാധാനം നമുക്കുണ്ടെങ്കിൽ നമുക്കിവിടെ ബഹളം വയ്ക്കേണ്ട കാര്യമില്ല, നമുക്ക് ഒന്നിനും വേണ്ടി പുറകെ നടക്കേണ്ട കാര്യമില്ല. കാരണം ദൈവമുള്ളവൻ എല്ലാം ഉണ്ട്. ദൈവവുമായിട്ടുള്ള സ്വസ്ഥതയാണ്. ഓക്കെ, 1 മിനിറ്റ്. ഈ കർത്താവ് നാളെ ഇതിനെക്കുറിച്ച്, ഈ സ്വസ്ഥതയെക്കുറിച്ചുകൊണ്ട് ഇത്തിരി വിശദമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് 6 ദിവസം കൊണ്ട് സൃഷ്ടി പൂർത്തിയാക്കി, അല്ലേ? സന്ധ്യയായി ഉഷസായി 1-ാം ദിവസം, സന്ധ്യ ഉഷസായി 2-ാം ദിവസം, സന്ധ്യ ഉഷസായി 6-ാം ദിവസം വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പം സന്ധ്യ ഉഷസായി 6-ാം ദിവസം എന്ന് പറയുന്നത് ഉൽപ്പത്തി 1-ന്റെ അവസാനമാണ്. അപ്പോൾ അപ്പോഴേക്കും മനുഷ്യൻ്റെ സൃഷ്ടി കഴിഞ്ഞു. അപ്പോൾ ഓരോ ദിവസത്തെ സൃഷ്ടി കഴിഞ്ഞിട്ടാണ് പറയുന്നത് സന്ധ്യ ഉഷസായി 1-ാം ദിവസം. അപ്പോൾ 1-ാം ദിവസം സൃഷ്ടി കഴിഞ്ഞു. സന്ധ്യ ഉഷസായി 6-ാം ദിവസം എന്ന് പറഞ്ഞപ്പം 6-ാം ദിവസം സൃഷ്ടിയും കഴിഞ്ഞിട്ടാണ് പറയുന്നത്. എന്നാൽ സന്ധ്യ ഉഷസായി 7-ാം ദിവസം എന്ന് ബൈബിളിലില്ല. 7-ാം ദിവസത്തെ ദൈവം വിശുദ്ധീകരിച്ചുന്നുണ്ട്, പക്ഷേ അത് തീർന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. എബ്രായ ലേഖനം വായിക്കുമ്പോൾ പറയാണ്, ആ ശബത്തിലേക്ക് നിങ്ങൾ എല്ലാവരും ഇപ്പോഴും ക്ഷണിക്കാൻ ആ ഡോറ് തുറന്നു കിടക്കുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ആ ശബത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്കിപ്പോഴും ദൈവം ആ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കാൻ നമ്മളെ ക്ഷണിച്ചുകൊണ്ടേ ഇരിക്കുന്നു, അല്ലേ? മനസ്സിലായോ? അപ്പോൾ ദൈവവുമായിട്ടുള്ള സ്വസ്ഥതയുടെ ഡോർ കർത്താവ് തുറന്നിട്ടിരിക്കുക. അപ്പോൾ കർത്താവ് സൃഷ്ടിച്ച് കഴിഞ്ഞപ്പോൾ എന്താ കർത്താവിൻ്റെ പ്ലാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സൃഷ്ടി കഴിഞ്ഞു, മനുഷ്യനെ സൃഷ്ടിച്ചു, ഇനി മനുഷ്യൻ്റെ കൂടെ സ്വസ്ഥമായിട്ടിരിക്കാം എന്നേക്കുമുള്ളൊരു ശബത്ത്. പക്ഷെ അപ്പോഴേക്കും ഇവൻ പോയി പഴം പറിച്ച് നിന്നിട്ട് 5 മിനിറ്റ് കർത്താവിൻ്റെ അടുത്ത് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി. അപ്പോൾ കർത്താവ് അവനോട് പറഞ്ഞു, മോനെ നീ ഒരു കാര്യം ചെയ്യ്, നിനക്ക് എൻ്റെ അടുത്ത് ഇരിക്കാൻ ഒട്ടും പറ്റത്തില്ല, നിൻ്റെ സ്വഭാവം പോയി, നീ എന്നിൽ നകന്നു പോയി ശത്രുവായി. അതുകൊണ്ടൊരു കാര്യം ചെയ്യ്, 6 ദിവസം നിനക്ക് ഇഷ്ടമുള്ള പണി എന്ത് വേണം ചെയ്തോ, 7-ാം ദിവസം 1 ദിവസം നീ എൻ്റെ കൂടെ വന്നിരിക്കും. അവൻ പറഞ്ഞു അതും പാടാ, മര്യാദയ്ക്ക് 7-ാം ദിവസം ഇവിടെ വന്നിരുന്നോണം. ഇതാണ് ഈ ശബത്ത്. ഏതാ? പഴയ നിയമ ശബത്ത്. പുതിയ നിയമം വന്നപ്പോഴേക്കും പറയാണ്, എപ്പോഴും കർത്താവിൻ്റെ കൂടെ സ്വസ്ഥത, എറ്റേണൽ റെസ്റ്റ് വിത്ത് ഹിം. ഈ റെസ്റ്റാണ് നമുക്ക് സമാധാനം തരുന്നത്. സമാധാനം എന്നുള്ള വാക്ക്, ഐറേനെ എന്ന വാക്ക് ശരിക്കും ശാന്തമായത്, അലകളില്ലാത്തത്. അതുകൊണ്ട് ശാന്ത സമുദ്രം എന്ന് പറയുന്നില്ല, പസിഫിക് ഓഷ്യൻ, പീസ് എന്ന് വന്നത്. അതായത് അലകളില്ലാത്ത ഹൃദയം, ബഹളം വയ്ക്കാത്ത ഹൃദയം,
ക്രിസ്തുവിൽ റെസ്റ്റ് ചെയ്യുന്ന ഹൃദയം, ഇങ്ങനൊരു ഹൃദയത്തിന് മാത്രമേ അനുസരണത്തിലേക്കും വിശുദ്ധിയിലേക്കും പോകാൻ പറ്റുമെന്ന് എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൽ പറയുന്നു. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഇതെല്ലാ ക്വാളിറ്റീസും നമ്മൾ ഗിരിപ്രഭാഷണത്തിൽ കാണുന്നത് പിന്നീടുള്ള ലേഖനങ്ങളിൽ അതിൻ്റെ വിശദീകരണമുണ്ട്, അടിസ്ഥാനങ്ങളുണ്ട്. നിങ്ങളെ കൂടുതൽ പരിജ്ഞാനത്തിലേക്ക് നയിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങയുടെ പുത്രനിലൂടെ ഞങ്ങൾക്ക് തന്ന നീതീകരണത്തിനായി, വിശുദ്ധീകരണത്തിനായി ഞങ്ങളെനിക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടേതായ ഒന്നുമില്ല കർത്താവ്, അങ്ങയുടെ രക്തം ഞങ്ങളെ എന്നേക്കുമായൊരു ശുദ്ധീകരണത്തിലൂടെ നടത്തുകയും ഞങ്ങളുടെ വിശ്വാസം കർത്താവ് അവിടുന്ന് തന്ന വിശ്വാസത്തിലൂടെ കർത്താവ് ക്രിസ്തുവിൻ്റെ പൂർണ്ണ അനുഭവങ്ങളിലേക്ക്, പൂർണ്ണ ദാനങ്ങളിലേക്ക് ഞങ്ങളെ നടത്തുവാൻ അങ്ങ് കരുണ തോന്നിയതിനായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവ്, അങ്ങയുടെ ഗുണങ്ങളാൽ, അങ്ങയുടെ സർവ്വഗുണങ്ങളാലും നിറഞ്ഞു വരുന്ന വിശുദ്ധമായ ജീവിതത്തിലേക്ക്, ആ കാഴ്ചപ്പാടിലേക്ക് ഞങ്ങൾ ഓരോരുത്തരെയും നയിക്കണമേ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.